കൈക്കൊള്ളുക. ഇൽമ പഠിക്കുമ്പോഴും ഇൽമ പഠിപ്പിക്കുമ്പോഴും ക്ഷമ കൈക്കൊള്ളുക. ഇദ് കുല്ലു ജലീലിൻ മിനൽ ഉമൂരി ലാ യുദ്റകു ഇല്ലാ ബിസ്സബ്ർ വഅഅ്ളമു ശൈഇൻ തതഹമ്മലു ബിഹി النفس طلب المعالي تصبيرها عليه ولهذا كان الصبر والمصابرة مأمورا بهما لتحصيل أصل الإيمان تارة ولتحصيل كماله تارة أخرى. الله سبحانه وتعالى നമുക്ക് ഈമാൻ ലഭിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു, സത്യവിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യുക? സബർ കാണിക്കുക. ഇപ്പൊ ഈമാനിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് എന്ത് പറഞ്ഞു? സബർ കൈക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ ഈമാനിന്റെ പൂർണ്ണത കൈവരിക്കാനും സബർ കൈക്കൊള്ളാൻ സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈമാൻ എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ സബർ കൈക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൽപ്പന നൽകി, അല്ലെങ്കിൽ അല്ലാഹു നമ്മോട് പറഞ്ഞു. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആശയം എന്താണ്? ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഏറ്റവും മഹത്വമുള്ള കാര്യങ്ങൾ കൈക്കൊള്ളാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സബർ കൈക്കൊള്ളേണ്ടി വരും. ഇൽമിന്റെ മജ്ലിസുകളിലും സബർ കൈക്കൊള്ളണം. ഇൽമ പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ അധ്യാപകരും സബർ കൈക്കൊള്ളേണ്ടി വരും. വലൻ യുഹസ്സില അഹദുൻ അൽ ഇൽമ ഇല്ലാ ബിസ്സബർ, സബറിലൂടെ അല്ലാതെ ഒരാൾക്കും ഇൽമ കരസ്ഥമാവുകയില്ല. സബറിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്കും ഇൽമ കരസ്ഥമാവുകയില്ല. ചില ആൾക്കാരൊക്കെ നല്ല സമാധാനത്തോടുകൂടി അല്ലെങ്കിൽ ആസ്വദിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആസ്വാദനത്തിൽ ധാരാളം സമയം കളയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കൂടെ അയാൾക്ക് ഇൽമ വേണം. അതൊരിക്കലും സാധ്യമല്ല. ഇൽമ എന്ന് പറയുന്നത് മെനക്കെട്ട് അത് പഠിച്ചാൽ മാത്രമാണ് ഇൽമ നിലനിൽക്കുക. قال يحيى بن أبي كثير رحمه الله പറഞ്ഞു لا يستطاع العلم براحة الجسم, സമാധാനമായി കിടന്നുറങ്ങി ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും ആനന്ദങ്ങളും എടുത്ത് ഇങ്ങനെ ഇരുന്ന് ഒരു വ്യക്തിക്ക് ഇൽമ കരസ്ഥമാക്കണമെന്ന് കരുതിയാൽ അതൊരിക്കലും സാധ്യമായ കാര്യമല്ല. فبالصبر يخرج من معرة الجهل وبه تدرك لذة العلم. ഇൽമിന്റെ മാധുര്യം നമുക്ക് നേടാൻ സാധിക്കണമെങ്കിൽ സബർ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഇൽമിന്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ സബർ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് ഹഫിളഹുല്ലാ, അദ്ദേഹം ഭാഷ പഠിക്കാൻ മഹ്മൂദ് ഷാക്കിർ റഹിമഹുല്ലയുടെ അരികിലേക്ക് പോയി. മഹ്മൂദ് ഷാക്കിറിനോട് ഷെയ്ഖ് സാലിഹ് പറഞ്ഞു, ആലു ഷെയ്ഖ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭാഷ പഠിക്കണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മഹ്മൂദ് ഷാക്കിർ റഹിമഹുല്ല പറഞ്ഞു, ലിസാനുൽ അറബ് വായിക്കുക. ലിസാനുൽ അറബ് എന്ന് പറയുന്ന ഗ്രന്ഥം പല പ്രിന്റുകൾ അനുസരിച്ച് 10-15 വാള്യങ്ങളുണ്ട്. ലിസാനുൽ അറബ് വായിക്കുക. ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് പറഞ്ഞു, ലിസാനുൽ അറബ് ഇത്ര വലിയ ഗ്രന്ഥമല്ലേ, ഇതെങ്ങനെയാണ് ഞാൻ വായിക്കുക? ഷെയ്ഖ് മഹ്മൂദ് ഷാക്കിർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഈ മേഖല വിട്ടേക്കുക, ഈ മേഖലയ്ക്ക് അതിൻ്റെതായ ആൾക്കാരുണ്ട്. കാരണം ഇൽമിൽ സബർ വേണം. ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് ഹഫിളഹുല്ലാ പറയുന്നു, ഞാൻ ലിസാനുൽ അറബ് അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടതിന് ശേഷം 3 തവണ പൂർണ്ണമായിട്ട് വായിച്ചു. 3 തവണ ഈ കിതാബ് പൂർണ്ണമായി വായിച്ചു എന്ന് ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് ഹഫിളഹുല്ലാ സമീപകാലം വരെ സൗദിയിലെ മന്ത്രിയായിരുന്ന അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിൽ സബർ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇൽമിൽ സബർ 2 രൂപത്തിലാണ്. ഒന്നാമത്തേത് സബറുൻ ഫീ തഹമ്മുലിഹി, ഇൽമ പഠിക്കുന്നതിൽ നമ്മൾ സബർ കാണിക്കണം. ഇൽമ പഠിക്കുന്നതിൽ നമ്മൾ സബർ കാണിക്കേണ്ടതുണ്ട്. അത് ഇൽമിന്റെ മജ്ലിസുകളിൽ ഇരിക്കുമ്പോൾ സബർ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു ഷെയ്ഖ് നമ്മോട് പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാനുള്ള സബർ ഉണ്ടാവണം. ഇൽമിന്റെ മജ്ലിസിൽ നല്ല രീതിയിൽ ഇരിക്കാൻ നമുക്ക് സബർ ഉണ്ടാവണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് സബർ ഉണ്ടാവണം. രണ്ടാമത്തെ സബർ എന്താണ്? ഇൽമ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് സബർ ഉണ്ടാവണം. ചില ആൾക്കാരൊക്കെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർ മോശമായ ചില രൂപങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ മോശമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. അതൊക്കെ കാണുമ്പോൾ കാണുന്ന ഷെയ്ഖിനും അത് സബർ ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ഈ 2 സബറും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്ന് പഠിക്കാനും ഇൽമ പഠിപ്പിക്കാനും സബർ ആവശ്യമാണ്. ഈ കിതാബ് എഴുതിയിരിക്കുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന്റെ ദുറൂസുകൾ മസ്ജിദ് നബവിയിൽ ധാരാളം സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അതിൽ കഴിഞ്ഞ റമദാനിന്റെ മുമ്പത്തെ റമദാനിൽ സ്വഹീഹുൽ ബുഖാരി വായിച്ചിരുന്നു. അൽഹംദുലില്ലാ, ഞാനും അതിൽ പൂർണ്ണമായി പങ്കെടുത്തിരുന്നു. ആ ദർസ് സഹോദരങ്ങളെ റമദാൻ മാസത്തിലാണ്. സുബഹ് നിസ്കാരത്തിന് ശേഷം തുടങ്ങും. ഏകദേശം ഒരു 11 മണി വരെ അല്ലെങ്കിൽ 10 മണി വരെ സ്വഹീഹുൽ ബുഖാരി സുബഹിക്ക് ശേഷം വായിക്കും. അതിനുശേഷം അസർ മുതൽ മഗ്രിബ് വരെ വായിക്കും. അതിനുശേഷം മഗ്രിബ് മുതൽ ഇശാ വരെ വായിക്കും. അതിനുശേഷം ഇശാക്ക് ശേഷം 2-3 മണിക്കൂർ വായിക്കും.
ഇങ്ങനെയാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇൽമിന്റെ വിഷയത്തിൽ സബർ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇൽമ് പഠിക്കുന്നതിലും ഇൽമ് പഠിപ്പിക്കുന്നതിലും നമുക്ക് സബർ ഉണ്ടാവേണ്ടതുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഏകദേശം 18-20 ദിവസത്തിലാണ് സ്വഹീഹുൽ ബുഖാരി പൂർണ്ണമായി കഴിഞ്ഞ റമളാനിൽ വായിച്ചു തീർത്തിരിക്കുന്നത്. അൽ മഅഖിദുൽ ആശിർ, ഇൽമ് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 10ാമത്തെ കാര്യം മുലാസമതു ആദാബിൽ ആലിം, മുലാസമതു ആദാബിൽ ഇൽം, ഇൽമിന്റെ അദബുകൾ പാലിക്കുക. ഇൽമിന്റെ അദബുകൾ പാലിക്കുക എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിഖീനിൽ പറഞ്ഞു, അദബുൽ മർഇ ഉൻവാനു സആദതിഹി വഫലാഹിഹി, ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ അടയാളമാണ് ആ വ്യക്തിയുടെ അദബ്. ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ അടയാളമാണ് ആ വ്യക്തിയുടെ അദബ്. വഖില്ലതു അദബിഹി ഉൻവാനു ശഖാവതിഹി വബവാലിഹി, ഒരു വ്യക്തിക്ക് അദബില്ല എങ്കിൽ അത് ആ വ്യക്തിയുടെ പരാജയത്തിന്റെ അടയാളമാണ്. ഒരു വ്യക്തിക്ക് അദബില്ല എങ്കിൽ അത് ആ വ്യക്തിയുടെ പരാജയത്തിന്റെ അടയാളമാണ്. വഇന്നമാ യസ്ലുഹു ലിൽ ഇൽം, ഇൽമ് പഠിക്കാൻ അർഹരാരാണ്? മൻ തഅദ്ദബ്, അദബുള്ളവനാണ്. ഏതൊക്കെ വിഷയത്തിൽ? ബിആദാബിഹി ഫീ നഫ്സിഹി വദർസിഹി, അവന്റെ ശരീരത്തിൽ അവൻ അദബുണ്ടാവണം, അവൻ ദർസിലിരിക്കുമ്പോൾ അവൻ അദബുണ്ടാവണം. വമഅ ശൈഖിഹി വഖരീനിഹി, അവനെ പഠിപ്പിക്കുന്നവരോട് അവൻ അദബുണ്ടാവണം, അവന്റെ കൂടെ ഇരിക്കുന്നവരോട് അവൻ അദബുണ്ടാവണം. ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ അയാളുടെ സ്വന്തം കാര്യത്തിൽ അദബുണ്ടാവണം. അതുപോലെ തന്നെ ദർസിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് അദബുണ്ടാവണം. ഷെയ്ഖിനോട് സംസാരിക്കുമ്പോഴും ഷെയ്ഖിന്റെ ദർസിൽ ഇരിക്കുമ്പോഴും അദബുണ്ടാവണം. അടുത്തിരിക്കുന്ന സഹോദരനോട്, ഒന്നിച്ചിരിക്കുന്നവരോടും അദബ് കാണിക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ സഹോദരങ്ങളെ നിർബന്ധമായും ശ്രദ്ധിക്കണം. ഖാല യൂസുഫ് ബിൻ ഹുസൈൻ ബിൽ അദബി തഫ്ഹമുൽ ഇൽം, ഇൽമ മനസ്സിലാക്കാൻ സാധിക്കുക അദബ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അദബില്ല എങ്കിൽ ഇൽമ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അദബില്ല എങ്കിൽ ഒരിക്കലും ഇൽം നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സലഫുകൾ, മുൻഗാമികളായ പണ്ഡിതന്മാർ അറിവിനേക്കാളും മഹത്വം അദബിന് നൽകിയിരുന്നു. അറിവിനേക്കാളും മുൻഗണന എന്തിനു നൽകിയിരുന്നു? അദബിന് നൽകിയിരുന്നു. ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, കാനൂ യതഅല്ലമൂനൽ ഹദിയ കമാ യതഅല്ലമൂനൽ ഇൽം, ദീന് പഠിക്കുന്നത് പോലെ, ഇൽമ് പഠിക്കുന്നത് പോലെ മുൻഗാമികൾ എന്ത് ചെയ്യാറുണ്ട്? അദബ് പഠിക്കാറുണ്ടായിരുന്നു. ഇൽമ് എങ്ങനെയാണോ പഠിക്കാറുള്ളത് അതുപോലെ തന്നെ മുൻഗാമികൾ അദബ് പഠിക്കാറുണ്ടായിരുന്നു എന്ന് മുഹമ്മദ് ബിൻ സിരീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് ഒരു വ്യക്തിയോട് പറഞ്ഞു, തഅല്ലമിൽ അദബ ഖബല അൻ തതഅല്ലമൽ ഇൽം, നീ ഇൽമ് പഠിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? അദബ് പഠിക്കുക. ഇവിടെ സമയം കുറവായതുകൊണ്ട് അധികം വിശദീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ അതിന്റെയൊക്കെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇൽമ് പഠിക്കുന്നതിന് മുമ്പ് അദബ് പഠിക്കുക എന്ന് ഉലമാക്കൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ആശയം എത്രമാത്രമാണ്? ഇൽമിന്റെ മജ്ലിസിൽ എങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ പെരുമാറുന്നത്, എങ്ങനെയാണ് അരികിലുള്ള വിദ്യാർത്ഥിയോട് നമ്മൾ പെരുമാറുന്നത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ധാരാളം വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇൽമ് ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇൽമിന്റെ മജ്ലിസിൽ അവർ അദബ് പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ലൈസ് ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് ഒരു ദിവസം മജ്ലിസിലേക്ക് വന്നപ്പോൾ ആ മജ്ലിസിലുള്ള ചില വിദ്യാർത്ഥികൾ അദബ് ഇല്ലാതെ ഇരിക്കുന്നതായി കണ്ടു. ലൈസ് ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അവരോട് പറഞ്ഞു, അൻതും ഇലാ യസീരിൻ മിനൽ അദബി അഹ്വജു മിൻകും ഇലാ കസീരിൻ മിനൽ ഇൽം, നിങ്ങൾ ധാരാളം ഇൽമ് പഠിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ആവശ്യം കൂടുതൽ അദബ് പഠിക്കാനാണ് എന്ന് ലൈസ് ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമ് പഠിക്കുന്നതിന് മുമ്പ് അദബ് നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അൽ മഅഖിദുൽ ഹാദിയ അശർ, 11ാമത്തെ കാര്യം, സിയാനത്തുൽ ഇൽമി അമ്മാ യശീനു മിമ്മാ യുഖാലിഫുൽ മുറുഅത വയഖ്രിമുഹ, ഇൽമിനെ മോശമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ജീവിതത്തെ സൂക്ഷിക്കുക. സിയാനത്തുൽ ഇൽമി അമ്മാ യശീൻ, ഇൽമിനെ മോശമാക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കുക. വ്യക്തിത്വത്തെ മോശമാക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇൽമിനോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ മോശമാക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ പാടില്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ ലം യസുനിൽ ഇൽമ ലം യസുൻഹുൽ ഇൽം, ആരെങ്കിലും ഇൽമിനെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇൽമ് അവനെയും സൂക്ഷിക്കുകയില്ല. ആരെങ്കിലും ഇൽമിനെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇൽമ് അവനെയും സൂക്ഷിക്കുകയില്ല. അതുകൊണ്ടാണ് വഹബ് ഇബ്നു മുനബ്ബഹ് റഹിമഹുല്ലാഹ്, താബിഈയാണ്, അദ്ദേഹം പറഞ്ഞു, ലാ യകൂനുൽ ബത്താലു മിനൽ ഹുകമാ, ലാ യകൂനുൽ ബത്താലു
മിനൽ ഹുകമ, ബാത്തിലുമായി നടക്കുന്നവർ, മോശപ്പെട്ട കാര്യവുമായി നടക്കുന്നവർ ഒരിക്കലും സത്യത്തിന്റെ ആൾക്കാരാവുകയില്ല. ഒരിക്കലും ഇൽമിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ ഹഖിന്റെ ആൾക്കാരോ ആവാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് വഹബ് ഇബ്നു മുനബ്ബഹ് റഹിമഹുല്ലാഹ് പറഞ്ഞു. അതുകൊണ്ട് ഇൽമ് പഠിക്കുന്ന സഹോദരങ്ങൾ അവരുടെ വ്യക്തിത്വത്തെ അവർ സൂക്ഷിക്കണം. ഇൽമ് പഠിക്കുന്ന സഹോദരങ്ങൾ അവരുടെ വ്യക്തിത്വത്തെ അവർ സൂക്ഷിക്കണം. എന്താണ് വ്യക്തിത്വത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഇബ്നു തൈമിയ അൽ ജദ്, ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ പിതാമഹൻ, അദ്ദേഹത്തിന്റെ വാപ്പയുടെ വാപ്പ, അദ്ദേഹം പറഞ്ഞു, ഇസ്തിഅമാലു മാ യുജമ്മിലുഹു വയസീനുഹു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ ഭംഗിയാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവൻ ചെയ്യേണ്ടത്. അവന്റെ ജീവിതത്തെ ആൾക്കാർക്കിടയിൽ ഭംഗിയാക്കുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുക. ആൾക്കാർക്കിടയിൽ അവന്റെ വ്യക്തിത്വത്തിന് കോട്ടം വരുത്തുന്ന വിഷയങ്ങൾ അവൻ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് കോട്ടം വരുത്തുന്ന കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യാൻ പാടില്ല. അതിൽ ഉലമാക്കൾ പറയുന്ന കാര്യങ്ങളാണ് ഇൽമിനോടുള്ള ബഹുമാനം, ഇൽമിനോട് നല്ല രീതിയിൽ വർത്തിക്കുക. അതിൽ ഉലമാക്കൾ പറയുന്നു, തഹല്ലീഹി ബിൽ മുറുഅ, നല്ല വ്യക്തിത്വം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ താടി വടിക്കാതിരിക്കുക. കഹൽഖി ലിഹ്യതിഹി, താടി വടിക്കുക എന്നുള്ളത് നല്ല വ്യക്തിയുടെ അടയാളമല്ല. അതുപോലെ തന്നെ കസ്റത്തുൽ ഇൽതിഫാതി ഫി ത്വരീഖ്, നടന്നു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക. നടന്നു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക. ഇമാം സുഹരിയും ഇമാം നഖാഇയും അത് നല്ല വ്യക്തിത്വത്തിന് എതിരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഴിയിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നല്ല വ്യക്തികൾക്ക് ചേർന്നതല്ല എന്ന് ഇമാം സുഹരിയും ഇമാം നഖാഇയും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. വഴിയോരത്ത് നടന്നു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് നല്ല സ്വഭാവമല്ല എങ്കിൽ, ഇൽമിന്റെ മജ്ലിസുകളിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്, ഓരോരോ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് എത്രമാത്രം മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വ്യക്തിത്വത്തിന്റെ മോശം വരുത്തുന്ന ഒന്നും ചെയ്യരുത്. അതിൽപ്പെട്ടതാണ് വഴിയോരത്തുകൂടി നടന്നു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നുള്ളത്. ഔ മദ്ദിർ റിജ്ലൈനി ഫീ മജ്മഇൻ നാസ് മിൻ ഗൈരി ഹാജത്തിൻ വലാ ളറൂറത്തിൻ ദാഇയ, ഒരു നിർബന്ധിത അത്യാവശ്യവുമില്ലാതെ കാല് നീട്ടിയിരിക്കുക. ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്ത്, ധാരാളം ആൾക്കാർ ഇരിക്കുന്ന മജ്ലിസുകളിൽ കാല് നീട്ടിയിരിക്കുക എന്നുള്ളത് ഒരിക്കലും നല്ല ഒരു വ്യക്തിക്ക് ചേരാത്ത കാര്യമാണ്. അബൂബക്കർ അത്തുർത്തൂഷി റഹിമഹുല്ലാഹ് മാലിക്കി മദ്ഹബിലെ പണ്ഡിതനാണ്. അതുപോലെ തന്നെ അബുൽ വഫാ ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ് ഹംബലി മദ്ഹബിലെ പണ്ഡിതനാണ്. അത് നല്ല വ്യക്തികൾക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഒരു വ്യക്തിത്വത്തിന് ഒരിക്കലും ചേർന്ന കാര്യമല്ല മജ്ലിസുകളിൽ കാല് നീട്ടി ഇരിക്കുക എന്നുള്ളത്. ചില ആൾക്കാർക്കൊക്കെ രോഗമുണ്ടാകും, അസുഖമുണ്ടാകും, അത് മറ്റൊരു കാര്യം. അതല്ലാതെ ചില ആൾക്കാരൊക്കെ ഇൽമിന്റെ മജ്ലിസുകളിൽ വന്ന് ഇങ്ങനെ കാല് നീട്ടിയിരിക്കും. അതൊരിക്കലും നല്ല വ്യക്തികൾക്ക് ചേർന്നതല്ല എന്ന് അബൂബക്കർ അത്തുർത്തൂഷി റഹിമഹുല്ലയും അബുൽ വഫാ ഇബ്നു അഖീൽ റഹിമഹുല്ലയും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഔ സുഹ്ബത്തിൽ അറാദിലി വൽ ഫുസ്സാഖി വൽ മുജ്ജാനി വൽ ബത്താലീൻ, മോശപ്പെട്ട വൃത്തികേട് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ സഹവസിക്കുക എന്നുള്ളതും ഒരിക്കലും ഇൽമ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ചേർന്നതല്ല. ഇൽമ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മോശപ്പെട്ടവരുടെ കൂടെ നടക്കുക എന്നുള്ളത് ചേർന്ന കാര്യമല്ല. ഇൽമിനെ ബഹുമാനിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട 12ാമത്തെ കാര്യം, ഇന്തിഖാബു സുഹ്ബത്തി സ്വാലിഹതി ലഹു. ഇന്തിഖാബു സുഹ്ബത്തി സ്വാലിഹതി ലഹു, അതായത് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. ഇൽമിൽ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. اتخاذ الزميل ضرورة لازمة في نفوس الخلق فيحتاج طالب العلم إلى معاشرة غيره من الطلاب لتعينه هذه المعاشرة على تحصيل العلم واجتهاد في طلبه. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ആ വ്യക്തിക്ക് കൂട്ടുകാരുണ്ടാകും, അല്ലെങ്കിൽ ഈ ജീവിക്കുന്ന ചുറ്റുപാടിൽ പരിചയക്കാരുണ്ടാകും. പരിചയക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഏറ്റവും നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. വസ്സമാനതു ഫിൽ ഇൽമി ഇൻ സലിമത് മിൻഹുൽ ഗവായിലു നാഫിഅതുൻ ഫിൽ വുസൂലി ഇലൽ മഖ്സൂദ്. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമ്മെ കൂടുതൽ സഹായിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി തന്റെ സുഹൃത്തിന്റെ മാർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി തന്റെ സുഹൃത്തിന്റെ മാർഗത്തിലാണ്. ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ, അതുകൊണ്ട് ഓരോരുത്തരും ആരെയാണോ സുഹൃത്തായി തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചുകൊള്ളുക.
ആരെയാണോ നമ്മൾ സുഹൃത്തായി തിരഞ്ഞെടുക്കുന്നത് അത് നമ്മൾ ചിന്തിച്ചുകൊള്ളുക. റാഗിബ് അൽ-അസ്ഫഹാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൈസ ഇഅജാഉൽ ജലീസി ലിജലീസിഹി ബിമഖാലിഹി വഫിആലിഹി ഫഖദ് ബൽ ബിന്നദരി ഇലൈഹി. ഒരു ചങ്ങാതി, ഒരു വ്യക്തി അവന്റെ സുഹൃത്തിൽ നിന്ന് സ്വാധീനമുണ്ടാകുന്നത് അവന്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും മാത്രമല്ല, മറിച്ച് അവന്റെ കൂടെ അവനിലേക്ക് നോക്കുമ്പോൾ പോലും സ്വാധീനമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് റാഗിബ് അൽ-അസ്ഫഹാനി റഹിമഹുല്ലാഹ് പറയും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സുഹൃത്തിനെ തെരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കണം. ആ വ്യക്തി പറയുന്ന വാക്കുകളും അതുപോലെ തന്നെ ആ വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളും മാത്രമല്ല, ആ വ്യക്തിയിലേക്കുള്ള നോട്ടം പോലും സ്വാധീനം ചെലുത്തുമെന്ന് റാഗിബ് അൽ-അസ്ഫഹാനി റഹിമഹുല്ലാഹ് പറയുന്നു. അതുകൊണ്ട് തന്നെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങൾ, വിദ്യാർത്ഥികൾ, ഏറ്റവും നല്ല സുഹൃത്തുക്കളെ നമ്മൾ തെരഞ്ഞെടുക്കുക. ആരെയും നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ആവാൻ പാടില്ല, അതല്ലെങ്കിൽ പ്രത്യേക ഒരു ആനന്ദത്തിന് വേണ്ടി ആവാൻ പാടില്ല, മറിച്ച് അള്ളാഹുവുമായിട്ട് നമുക്ക് സാമീപ്യം ഉണ്ടാക്കി തരുന്ന നല്ല സുഹൃത്തുക്കളെ മാത്രം നമ്മൾ തെരഞ്ഞെടുക്കുക. മുഹമ്മദ് അൽ-ഖദർ ഇബ്നു ഹുസൈൻ അദ്ദേഹത്തിന്റെ റസായിലുൽ ഇസ്ലാഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഒരു വ്യക്തി തന്റെ സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആഖിറത്തിലേക്കുള്ള നന്മ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം സഹോദരനെ തെരഞ്ഞെടുക്കേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഅ്തബിറു റജുല ബിമൻ യുസാഹിബ്. ഒരു വ്യക്തി ആരുടെ കൂടെയാണോ സഹവസിക്കുന്നത് അത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ്. ഒരു വ്യക്തി ആരുടെ കൂടെയാണോ സഹവസിക്കുന്നത് അത് ആ വ്യക്തിയിലേക്ക് നോക്കിയാൽ, ആ സഹവസിക്കുന്ന വ്യക്തിയിലേക്ക് നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ സഹവസിക്കുന്നത് അള്ളാഹുവിനെ പേടിക്കുന്ന, ഇൽമിനോട് സ്നേഹമുള്ള ആൾക്കാരുടെ കൂടെയായിരിക്കുക. അതല്ലാതെ തെറ്റുകൾ ചെയ്യുന്നവർ, ഫിത്ന പറഞ്ഞു നടക്കുന്നവർ, ഫസാദ് പറഞ്ഞു നടക്കുന്നവർ, ഉലമാക്കളെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞു നടക്കുന്നവർ, ദീനിന്റെ പേര് പറഞ്ഞ് ദീൻ അനുവദിക്കാത്ത കാര്യങ്ങൾക്ക് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയൊന്നും യാതൊരു കാരണവശാലും നമ്മൾ നടക്കരുത്. മറിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും സംബന്ധിച്ച് ബോധം നൽകുന്ന ആൾക്കാരുടെ കൂടെയാണ് നാം എപ്പോഴും നടക്കേണ്ടത്. അൽ-മഅഖിദു الثالث عشر, 13ാമത്തെ കാര്യം, ബദലുൽ ജുഹ്ദി ഫീ തഹഫ്ഫുദിൽ ഇൽം വൽ മുദാകറതി ബിഹി വസ്സുആലി അൻ. ഇൽമ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിലും ഇൽമ് പരസ്പരം മുറാജഅ ചെയ്യുന്ന വിഷയത്തിലും അതുപോലെ തന്നെ ഇൽമിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അധികരിപ്പിക്കുന്ന വിഷയത്തിലും ശ്രദ്ധ കാണിക്കുക. ഒരു വിദ്യാർത്ഥി ഇൽമ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഇൽമ് മനഃപ്പാഠമാക്കുക, ഇൽമ് പഠിക്കുക. രണ്ടാമത്തേത്, പഠിച്ച ഇൽമ് മുദാക്കറ ചെയ്യുക, പഠിച്ച ഇൽമ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ചുകൊണ്ടേയിരിക്കുക. മൂന്നാമത്തേത്, ആ ഇൽമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ നടത്തുക, ഉലമാക്കളോടും അതുപോലെ തന്നെ പണ്ഡിതന്മാരോട് ഇൽമിനെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുക. ഇദ് തലഖീഹി അനി ശുയൂഖി ലാ യൻഫഉ ബിലാ ഹിഫ്ദിൻ ലഹു വമുദാകറതിൻ ബിഹി വസുആലിൻ അൻഹു. ഒരു വ്യക്തി ഇൽമ മനഃപ്പാഠമാക്കുന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ ഇൽമ മുദാകറ ചെയ്യുന്നില്ല എങ്കിൽ, ഇൽമിനെ സംബന്ധിച്ചുള്ള ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നില്ല എങ്കിൽ ആ ഇൽമ പഠിക്കുന്നത് അവന് ഉപകാരം ചെയ്യുകയില്ല. നമ്മളൊരു ഇൽമ പഠിച്ചാൽ, ഇവിടെ ഈ മജ്ലിസിൽ നമ്മളൊന്നിരുന്ന് പഠിച്ചാൽ, ഈ മജ്ലിസ് കഴിഞ്ഞതിന് ശേഷം ഈ വിഷയവുമായി നമുക്കൊരു ബന്ധവുമില്ല എങ്കിൽ ഇവിടെ കേട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോകും. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളൊക്കെ എഴുതി വെച്ച കാര്യങ്ങൾ പഠിക്കുക. വൽ മുദാകറതി ബിഹി, അത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുക. സഹോദരങ്ങളുമായി കൂടിയിരുന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ കൂടിയിരുന്ന് വായിക്കുക. വസ്സുആലി അൻഹു, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാനും നമ്മൾ ചോദിക്കുക. ഈ 3 കാര്യങ്ങൾ സഹോദരങ്ങളെ ഇൽമ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നതായി ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി പറയുന്നു, ഹഫിദ്നാ ഖലീലൻ, നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ളൂ. വഖറഅനാ കസീറൻ, പക്ഷേ ധാരാളം കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഫൻതഫഅനാ ബിമാ ഹഫിദ്നാ അക്സറ മിൻ ഇന്തിഫാഇനാ ബിമാ ഖറഅനാ, പക്ഷേ നമ്മൾ ഹിഫ്ള് ചെയ്ത കാര്യങ്ങളാണ് വായിച്ചതിനേക്കാളും നമുക്ക് ഉപകാരപ്പെട്ടത് എന്ന് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നതായി ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് പറയുന്നു. അപ്പൊ ഇൽമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹിഫ്ള് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഹിഫ്ള് ചെയ്യുക. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മുദാക്കറ ചെയ്യുക, പരസ്പരം മുറാജഅ ചെയ്യുക. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ വായിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ? അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ചോദിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ മസലു സാഹിബിൽ ഖുർആൻ
ഖുർആൻ പഠിച്ചവന്റെ ഉദാഹരണം കമസലി സാഹിബിൽ ഇബ്ലിൽ മുഅല്ലഖ, കെട്ടിയിട്ട ഒരു ഒട്ടകത്തെ പോലെയാണ്. കെട്ടിയിട്ട ഒരു ഒട്ടകത്തെ പോലെയാണ് ഖുർആൻ മനഃപ്പാഠമാക്കിയവൻ. ഇൻ ആഹദ അലൈഹ അംസകഹ, ആ ഒട്ടകത്തിന്റെ കെട്ടൊക്കെ നല്ല രൂപത്തിൽ കെട്ടി ഇടക്കിടക്ക് അതിനെ നോക്കി പരിചരിക്കുന്നുണ്ടെങ്കിൽ ആ ഒട്ടകം അവിടെ തന്നെ ഉണ്ടാകും. വൈൻ അത്ലഖഹ ദഹബത്, അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ ഒട്ടകം കയറൂരി പെട്ടെന്ന് പോയി പോകും. ഇതുപോലെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച വ്യക്തി അതിടക്കിടെ ഓതി നോക്കുന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ അത് മുദാക്കറ ചെയ്യുന്നില്ല എങ്കിൽ അവൻ പെട്ടെന്ന് മറന്നുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറയുന്നു, വഇദാ കാനൽ ഖുർആനുൽ മുയസ്സറു ലിദ്ദിക്രി കൽ ഇബ്ലിൽ മുഅല്ലഖ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതെന്താ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഖുർആൻ പഠിക്കാൻ അല്ലാഹു എളുപ്പമാക്കി തന്നിരിക്കുന്നു. ഈ ഖുർആൻ ഒരു വ്യക്തി ചില അശ്രദ്ധ കാരണം അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ ഫകൈഫ ബിസാഇരിൽ ഉലൂം, മറ്റിതര വിജ്ഞാനങ്ങൾ പഠിച്ച് അത് മുറാജഅ ചെയ്യാത്ത അവരുടെ അവസ്ഥ എന്താണ്? ഖുർആൻ എളുപ്പമാണെന്ന് അല്ലാഹു പറഞ്ഞു. ഈ ഖുർആൻ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റിതര വിജ്ഞാന മേഖലകൾ പഠിക്കുന്നവർ അത് മുറാജഅ ചെയ്തിട്ടില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമ പഠിക്കുന്നവർ ഈ ഒരു സദസ്സിലാണെങ്കിലും മറ്റിതര മജ്‌ലിസുകളിലാണെങ്കിലും പഠിച്ച കാര്യങ്ങൾ പിന്നീട് വായിച്ചു നോക്കുക, പരസ്പരം മുറാജഅ ചെയ്യുക, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ആ ഇൽമിനെ ഉറപ്പിച്ചു നിർത്തുക. ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുദൈർ ഹഫിളഹുല്ലാഹ് പറഞ്ഞു, ഒരു വ്യക്തി ഒരു ഇൽമ്, ഒരു വിജ്ഞാനം ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചു എന്ന് കരുതുക, അതിനുശേഷം 2 വർഷം ആ ഒരു വിജ്ഞാനവുമായി അവന് ബന്ധമില്ല എങ്കിൽ അത് പൂർണ്ണമായി അവൻ മറന്നുപോകുന്നതാണ്. ഒരു വ്യക്തി നല്ല രീതിയിൽ പഠിച്ചാൽ പോലും 2 വർഷം ആ ഒരു വിജ്ഞാന മേഖലയുമായി അവൻ ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ അത് മറന്നുപോകുമെന്ന് ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുദൈർ ഹഫിളഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുക, ഇൽമ ഹിഫ്ള് ചെയ്യുക, അതുപോലെ തന്നെ എപ്പോഴും അത് മുറാജഅ ചെയ്തുകൊണ്ടേയിരിക്കുക, അതുപോലെ തന്നെ അത് ആ വിഷയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഉലമാക്കൾ അതിന് ഉദാഹരണം പറയുന്നത്, ഇൽമ ഹിഫ്ള് ചെയ്യുക എന്നുള്ളത് ഒരു മരം നടുന്നത് പോലെയാണ്, ഒരു മരം വെക്കുന്നത് പോലെയാണ് ഇൽമ ഹിഫ്ള് ചെയ്യുക എന്നുള്ളത്. അതിൽ വെള്ളം നനയ്ക്കുന്നത് പോലെയാണ് അതിൽ മുറാജഅ ചെയ്യുക എന്നുള്ളത്. ഒരു മരം വളരണമെങ്കിൽ അതിൽ വെള്ളം നനച്ചു കൊടുക്കണം, ആ സ്ഥാനത്താണ് മുറാജഅ എന്നുള്ളത്. അതിലുണ്ടാവുന്ന കായ്ക്കനികൾ, അതാണ് അതിലുള്ള സുആലുകൾ, പരസ്പരം ചോദ്യം ചെയ്യുക എന്നുള്ളത്. ഇൽമ കേവലം പഠിച്ചൊഴിവാക്കാനുള്ളതല്ല, മറിച്ച് അത് മുറാജഅ ചെയ്യണം, മുദാക്കറ ചെയ്യണം, അതിൽ പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കണം. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അൽ മഅഖിദു റാബിഅ അശർ, 14ാമത്തെ കാര്യം, ഇക്റാമു അഹ്ലിൽ ഇൽമി വതൗഖീറുഹും. ഇക്റാമു അഹ്ലിൽ ഇൽമി വതൗഖീറുഹും, പണ്ഡിതന്മാരെ നമ്മൾ ബഹുമാനിക്കുക. ഇൽമ പഠിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പണ്ഡിതന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത്. ഇന്ന ഫളൽ ഉലമാഇ അദീം, ഉലമാക്കളുടെ സ്ഥാനം, അവരുടെ മഹത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ്. വമൻസിബുഹും മൻസിബുൻ ജമീൽ, അവരുടെ സ്ഥാനം വളരെ വലിയ സ്ഥാനമാണ്. ലിഅന്നഹും ആബാഉർ റൂഹ്, അവരാണ് നമ്മുടെ റൂഹിന്റെ പിതാക്കന്മാർ. നമ്മുടെ റൂഹിന്റെ പിതാക്കന്മാർ ഉലമാക്കളാണ്. നമ്മളെ ജനിപ്പിച്ചത് അല്ലെങ്കിൽ ജനിക്കാൻ വേണ്ടി സബബായത് നമ്മുടെ യഥാർത്ഥ പിതാവാണെങ്കിൽ നമ്മുടെ റൂഹിനെ അല്ലാഹുവുമായിട്ട് അടുപ്പിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി സാമീപ്യം ഉണ്ടാക്കുന്നത് ആരാണ്? ഉലമാക്കളാണ്. അതുകൊണ്ട് നമ്മുടെ റൂഹിന്റെ പിതാവാണ് ഉലമാക്കൾ എന്ന്, നമ്മുടെ റൂഹിന്റെ പിതാവാണ് ഉലമാക്കൾ. അതുകൊണ്ട് ഉലമാക്കളെ നമ്മൾ ബഹുമാനിക്കണം. ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിൻ ഉമ്മതി മൻ ലം യുജില്ല കബീറന, വലിയവരെ ബഹുമാനിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. വയർഹം സഗീറന, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. വയഅരിഫ് ലിആലിമിന ഹഖഹു, പണ്ഡിതന്മാർക്ക് അവർക്കുള്ള അർഹത അല്ലെങ്കിൽ അവരോടുള്ള ബഹുമാനം നൽകാത്തവനും നമ്മളിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഇനി നമ്മൾ ചിന്തിക്കുക സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ പണ്ഡിതന്മാരെ സംബന്ധിച്ച് കുറ്റം പറയാൻ മാത്രം നടക്കുന്നവർ, അവർക്കിടയിൽ ഫിത്നയും ഫസാദും പറഞ്ഞു നടക്കുന്നവർ എത്ര മോശപ്പെട്ട പ്രവർത്തനമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉലമാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സ്ഥാനം എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ദിവസം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ കയറും പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഈ സമയത്ത് സെയ്ദ് ബിൻ സാബിത്ത് അദ്ദേഹത്തോട് കോപിച്ചുകൊണ്ട് പറഞ്ഞു,
അതുംസികു ഹാദാ, താങ്കൾ എന്റെ ഒട്ടകത്തിന്റെ കയറാണോ പിടിച്ചു നടക്കുന്നത്? വഅൻത ഇബ്നു അമ്മി റസൂലില്ലാഹ്, താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പിതാവിന്റെ സഹോദരന്റെ പുത്രനല്ലേ, എന്തിനാണ് എന്റെ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് താങ്കൾ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹകദാ നസ്നഉ ബിൽ ഉലമാ, ഇങ്ങനെയാണ് നമ്മൾ ഉലമാക്കളോട് പ്രവർത്തിക്കാറുള്ളത്, ഇങ്ങനെയാണ് നമ്മൾ ഉലമാക്കളോട് പെരുമാറാറുള്ളത്. അതുകൊണ്ടാണ് ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് പറഞ്ഞത്, കുല്ലു മൻ സമിഅതു മിൻഹു ഹദീസൻ ഫഅന ലഹു അബ്ദുൻ, ഞാൻ ഒരാളിൽ നിന്ന് ഒരു ഹദീസ് കേട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു അടിമയെ പോലെയാണ് ഞാൻ, ആ വ്യക്തിയുടെ ഒരു അടിമയെ പോലെയാണ് ഞാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉലമാക്കളെ നമ്മൾ ബഹുമാനിക്കണം. നമുക്ക് ഇൽമ പഠിപ്പിച്ചു തരുന്ന ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കണം. ഉലമാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് നിർബന്ധമാണെന്ന് ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് ഇജ്മാഅ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് പറയുന്നു, റഅയ്തു അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല, ഞാൻ ഒരു ദിവസം അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈലയെ കണ്ടു. അദ്ദേഹത്തിന്റെ അരികിലുള്ള ആൾക്കാർ ഒരു അമീറിനെ ബഹുമാനിക്കുന്നത് പോലെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ടായിരുന്നു. ഒരു ആലിമിനെ, ഒരു രാജാവിനെ ബഹുമാനിക്കുന്നത് പോലെ അദ്ദേഹത്തെ ബഹുമാനിക്കാറുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ നാട്ടിലെ ഇൽമ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഏത് രീതിയിലാണ് ഇന്നത്തെ ജനങ്ങൾ പെരുമാറാറുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ ബഹുമാനിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് ആ വ്യക്തിയോട് കാണിക്കേണ്ട ഒരു മഹത്വമുള്ളത് കൊണ്ടല്ല, മറിച്ച് ആ വ്യക്തി പറഞ്ഞു തരുന്ന ഇൽമിനോടുള്ള മഹത്വമാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി പറയാറുണ്ട്, ഇൽമിന്റെ മജ്ലിസിൽ എന്നോട് മോശമായി ആരെങ്കിലും പെരുമാറിയാൽ അവനോട് ശക്തമായി ഞാൻ പ്രതികരിക്കും. നേരെ മറിച്ച് ഇൽമിന്റെ പുറത്തുള്ള മജ്ലിസിൽ എന്റെ അരികിൽ വന്നുകൊണ്ട് യാ സാലിഹ് എന്നെന്റെ പേര് വിളിച്ച് എന്നോട് സംസാരിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇൽമിന്റെ മജ്ലിസിൽ അതിന്റെ അതവ് കാണിച്ചേ പറ്റൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉലമാക്കളെ നമ്മൾ ബഹുമാനിക്കണം. ഉലമാക്കളുടെ മുമ്പിൽ അവരോട് ബഹുമാനത്തിന് എതിരാവുന്ന ഒരു പ്രവർത്തനവും യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഇതിന്റെ കൂടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യമാണ്, ശൈഖ് ഇവിടെ പറഞ്ഞു, മഅരിഫത്തുൽ വാജിബി ഇസാഅ സല്ലാത്തിൽ ആലിം, ഒരു പണ്ഡിതനിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ചില ആൾക്കാർ നമ്മോട് പറയും, ഇന്ന പണ്ഡിതൻ ഇന്ന തെറ്റുണ്ട്, ഇന്ന ആൾക്ക് ഇന്ന തെറ്റുണ്ട്. ഒന്നാമതായി നമ്മളത് കേൾക്കാതിരിക്കും. എന്റെ സഹോദരങ്ങളെ, അതൊരു വ്യക്തി നമ്മോട് പറഞ്ഞു, കേൾക്കേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ശൈഖ് സൂചിപ്പിക്കുന്നു. 8 കാര്യങ്ങൾ, 6 കാര്യങ്ങളാണ്. 6 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പണ്ഡിതൻ ഇന്ന് തെറ്റുപറ്റിയിട്ടുണ്ട്, ഒരു പണ്ഡിതൻ ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ആരെങ്കിലും നമ്മുടെ അരികിൽ വന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട 6 കാര്യങ്ങൾ. ഒന്നാമത്തേത് അത്തസബ്ബുതു ഫീ സുദൂരി സല്ലത്തി മിൻ, ആ തെറ്റ് ആ പണ്ഡിതനിൽ നിന്ന് സംഭവിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഒരാൾ വന്നിട്ട് പറയാണ്, ഇന്ന ആലിം ഇന്ന കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കേട്ടോടൻ വിശ്വസിക്കലല്ല. അല്ലെങ്കിൽ ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട്, ഇന്നാൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, കേട്ടോടൻ വിശ്വസിക്കലല്ല. മറിച്ച് ആ പണ്ഡിതനിൽ നിന്ന് ആ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തേത് അത്തസബ്ബുതു ഫീ കൗനിഹാ ഖതഅൻ, ആ പറയപ്പെട്ട കാര്യം തെറ്റാണ് എന്ന് ഉറപ്പുണ്ടാവുക. എന്ന് ചില ആൾക്കാർ വന്നിട്ട് പറയും, ഇന്ന പണ്ഡിതൻ എന്ന അഭിപ്രായം പറഞ്ഞിട്ട് എത്ര മോശമാണ്. ഒരുപക്ഷെ അയാൾ മനസ്സിലാക്കിയതനുസരിച്ചായിരിക്കും അത് തെറ്റ്, ശരീഅത്തിൽ അത് തെറ്റായിരിക്കുകയില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ഒരു കാര്യം പറയപ്പെട്ടാൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, പറയപ്പെട്ടിരിക്കുന്ന വിഷയം തെറ്റാണ് എന്ന് ശരീഅത്തിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കണം. ഒരു പണ്ഡിതൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് നമ്മുടെ അരികിൽ തെളിവുണ്ടാവണം. മൂന്നാമത്തേത് എന്താ? തർക്കുത്തിബാഇഹി ഫീഹാ, ഒരു പണ്ഡിതനിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ നമ്മൾ പിൻപറ്റാൻ പാടില്ല. എന്റെ ഉസ്താദാണ്, എന്റെ ഷെയ്ഖാണ്, അല്ലെങ്കിൽ ഇന്ന നാട്ടിൽ ഇന്ന പണ്ഡിതനാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആ പണ്ഡിതനെ നമ്മൾ ആ തെറ്റിൽ പിൻപറ്റാൻ പാടില്ല. നാലാമത്തെ കാര്യം ഇൽതിമാസുൽ ഉദ്രി ലഹു ബിതഅ്വീലിൻ സായിഗ്, അദ്ദേഹം അത് പറയാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കുക. ഒരുപക്ഷെ എന്തെങ്കിലും നിർബന്ധിത സാഹചര്യത്തിലായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. നമ്മളതൊന്നും അറിയാതെ പെട്ടെന്ന് സംസാരിക്കുക. നിങ്ങൾക്കറിയായിരിക്കും, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് മുമ്പ് ഇവിടെ വന്ന സാഹചര്യത്തിൽ, ഇന്ത്യയിൽ വന്ന സാഹചര്യത്തിൽ ദയൂബന്ദ് സന്ദർശിച്ചിരുന്നു. ഇവിടെയുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ മദ്രസകൾ സന്ദർശിച്ചിരുന്നു. ഈ സമയത്ത് പല ആൾക്കാരും ഷെയ്ഖിനെതിരെ ശക്തമായി വിമർശിച്ചു. എങ്ങനെയാണ് ചെയ്യുക, അത് വലിയ തെറ്റല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷെയ്ഖിനെതിരെ ശക്തമായി വിമർശിച്ചു. അതിനുശേഷം അതിന്റെ വിശദീകരണം നേടിയപ്പോൾ ഷെയ്ഖ് അതിൽ വിശദീകരിച്ച് പറഞ്ഞത് എന്താണ്? ഷെയ്ഖിനെ അയച്ചിരിക്കുന്ന ഭരണകൂടമാണ്, സൗദി ഭരണകൂടമാണ് ഷെയ്ഖിനെ അയച്ചിരുന്നത്. അവിടെ അന്ന് സന്ദർശിക്കാനുള്ള ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് അവർ ഷിയാക്കൾക്ക് അഹ്ലുസുന്നക്കെതിരെ സഹായങ്ങൾ നൽകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയ്ഖ് അവിടെ പോയത്. എന്ന് പറഞ്ഞാൽ ചെറിയൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സൗദി ഭരണകൂടം ഏൽപ്പിച്ചതിന്റെ പേരിൽ അവർ മനസ്സിലാക്കിയ മസ്ലഹത്ത് അനുസരിച്ചാണ് ഷെയ്ഖ് അവിടെ പോയത്. ഇത് പുറമേ നോക്കുന്ന ചില ആൾക്കാരെന്ന് പറയും, എന്നാലും തബ്ലീഗിന്റെ മദ്രസയിൽ എങ്ങനെ പോവാറ്? അത് പോയത് എന്തിനാണ്?
ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദിനോടും ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനിനോടും ചോദിക്കപ്പെട്ടു, ബിദ്അത്തുകാരുടെ പള്ളിയിൽ പോയിക്കൊണ്ട് ദർസ് എടുക്കാൻ പറ്റുമോ? ഷെയ്ഖ് അബ്ബാദും ഷെയ്ഖ് ഫൗസാനും രണ്ടുപേരും അവരെന്താ പറഞ്ഞത്? അവിടെ പോയിക്കൊണ്ട് സുന്നത്ത് പറയാൻ സാധിക്കുമെങ്കിൽ, ഹക്കാണ് പറയുന്നതെങ്കിൽ, അവരുടെ ബിദ്അത്തിന് കൂട്ടുനിന്നുകൊണ്ടല്ല പറയുന്നതെങ്കിൽ അവിടെ പോയിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നത് തെറ്റില്ല എന്ന് ഷെയ്ഖ് അബ്ബാദും ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനും പറയുന്നു ഹഫിളഹുമുല്ലാഹ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഒരു ആലിമിൽ നിന്ന് എന്തിനാണ് ആ ആലിം ചെയ്തത്, ആ കാരണം അറിയാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കുക. അഞ്ചാമത്തേത്, ഒരു ആലിമിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ ആ ആലിമിന് ഏറ്റവും നല്ല രൂപത്തിൽ നസീഹത്ത് നൽകുക, ഏറ്റവും നല്ല രൂപത്തിൽ നസീഹത്ത് നൽകുക. ആ നസീഹത്ത് നൽകേണ്ട ആൾക്കാർ തന്നെ നസീഹത്ത് നൽകുക. ആറാമത്തേത്, ആ ആലിമിനെ, അഹ്ലുസുന്നയിൽപ്പെട്ട വ്യക്തിയെ, അദ്ദേഹത്തിന്റെ ഒരു തെറ്റ് കാരണത്താൽ ആ വ്യക്തിയെ അടിച്ചമർത്താൻ പാടില്ല. മറിച്ച് ആ ഒരു തെറ്റ് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുക, ബാക്കിയുള്ള ഇൽമിന്റെ പേരിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യുക. ഈ 6 കാര്യങ്ങൾ സഹോദരങ്ങളെ ഉലമാക്കളുടെ വീഴ്ചയോട് നമ്മൾ സമീപിക്കേണ്ട സമീപനങ്ങളാണ്. ഈ 6 കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് മശായിഖന്മാരുടെ പേരൊക്കെ പറഞ്ഞു നടക്കുന്ന ഫിത്നകളൊക്കെ ഇല്ലാതാകും. അതുകൊണ്ട് ഈ 6 വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. 15ാമത്തെ കാര്യമായി പറഞ്ഞു, റദ്ദു മുഷ്കിലിഹി ഇലാ അഹ്ലിഹി. റദ്ദു മുഷ്കിലിഹി ഇലാ അഹ്ലിഹി. മനസ്സിലാക്കാൻ പ്രയാസമുള്ള വലിയ വലിയ വിഷയങ്ങളൊക്കെ പണ്ഡിതന്മാരിലേക്ക് നമ്മൾ മടക്കുക, നമ്മൾ അതിൽ ഇടപെടാതിരിക്കുക. മനസ്സിലാക്കാൻ പ്രയാസമുള്ള വലിയ വലിയ വിഷയങ്ങളൊക്കെ പണ്ഡിതന്മാരിലേക്ക് നമ്മൾ മടക്കുക. നമ്മൾ യാതൊരു കാരണവശാലും അതിൽ സംസാരിക്കാതിരിക്കുക. കാരണം അസ്സലാമതു ലാ യഅദിലുഹാ ശൈ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉലമാക്കൾ എന്താണോ പറഞ്ഞത് അതിൽ മുറുകെ പിടിക്കുക എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് സൗദി അറേബ്യ നിങ്ങൾ നോക്കിയാൽ തലാഖിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ പണ്ഡിതന്മാർക്കും അവിടെ സംസാരിക്കാൻ പാടില്ല. സൗദി അറേബ്യയിൽ തലാഖുമായി ബന്ധപ്പെട്ട മസ്അലകൾ, അല്ലെങ്കിൽ നിക്കാഹുമായി ബന്ധപ്പെട്ട മസ്അലകൾ, ജിഹാദുമായി ബന്ധപ്പെട്ട മസ്അലകൾ സാധാരണ വ്യക്തികൾക്ക് അതിൽ സംസാരിക്കാനുള്ള അവകാശമില്ല. മസ്ജിദ് നബവിയിൽ ദർസെടുക്കുന്ന മശായിഖന്മാരോട് പലരുടെയും അരികിൽ പോയിക്കൊണ്ട് തലാഖ് ചോദിച്ചാൽ അവർ പറയും, ലജ്നയ്ക്ക് കത്തെഴുതിക്കൊണ്ട് നിങ്ങൾ അവരോട് ചോദിക്കുക. ജിഹാദിന്റെ വിഷയത്തിൽ, സിറിയയുടെ ജിഹാദിന്റെ വിഷയത്തിൽ സംസാരിച്ചതിന്റെ പേരിൽ അവിടെയുള്ള ഒരു വ്യക്തിയെ ജയിലിൽ അടച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള വലിയ വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് വലിയ വലിയ ഉലമാക്കളാണ്. മസ്ജിദ് നബവിയിൽ ഇങ്ങനെയുള്ള മസ്അലകളിൽ സംസാരിക്കാറ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് മാത്രമാണ്. അതും പൂർണ്ണമായി ഷെയ്ഖ് സംസാരിക്കാറില്ല. ഷെയ്ഖും പലപ്പോഴും പറയാറുള്ളത് ലജ്നയോട് നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രയാസമുള്ള വലിയ വലിയ മസ്അലകളിൽ നമുക്ക് സംസാരിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും പ്രയാസമുള്ള കാര്യങ്ങൾ ഉലമാക്കളോട് ചോദിക്കുക. നമ്മളായിട്ട് ഒന്നും ആ വിഷയത്തിൽ അഭിപ്രായം പറയാതിരിക്കുക. അത് ഇൽമിനോട് നൽകുന്ന ബഹുമാനമാണ്. ഇന്ന് പല ആൾക്കാരെന്താ, ഏത് മസ്അല ചോദിച്ചാലും മറുപടിയാണ്. ഒരു സൂക്ഷ്മതയില്ലാതെ എനിക്ക് തോന്നുന്നത് അത് ഇങ്ങനെയാണ് വരിക. ഇപ്പൊ തലാഖ് ഇങ്ങനെ നടക്കുമോ, എനിക്ക് തോന്നുന്നത് അത് നടക്കൂ എന്നാണ് ഞാൻ കേട്ടുകൊണ്ടാണ് പറയുന്നത്. പല സഹോദരങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതൊരിക്കലും ഇൽമിനോടുള്ള അദബല്ല. അത് പറയുന്നത് തെറ്റാണ്. ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല. ഉലമാക്കൾ പറയുന്നു, ഒരു വ്യക്തി അവന്റെ ഊഹമനുസരിച്ച് ദീനിൽ ഒരു കാര്യം സംസാരിച്ചു, ആ പറഞ്ഞത് ശരിയായി പോയി, എന്നാൽ പോലും അവൻ തെറ്റ് ചെയ്തവനാണ്. ഒരു വ്യക്തി അവന്റെ ഊഹമനുസരിച്ച് ദീനിൽ ഒരു കാര്യം പറഞ്ഞു, പക്ഷെ പറഞ്ഞത് യാദൃശ്യമായി അത് ശരിയായി, എന്നാൽ പോലും അവൻ തെറ്റ് ചെയ്തവനാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും സഹോദരങ്ങളെ ഇൽമിൽ പ്രയാസമുള്ള മേഖലകൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ പാടില്ല. നമുക്കറിയുന്ന മേഖലകൾ, നമുക്ക് പറ്റും എന്ന് ഉറപ്പുള്ള മേഖലകൾ മാത്രം നമ്മൾ സംസാരിക്കുക. അതിനേറ്റവും നമ്മളെ ഉപകരിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ചില പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിന്റെ ദർസുകൾ നിങ്ങൾ കേട്ടാൽ എത്രയോ മസ്അലകൾ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും എത്ര നിസ്സാരമാണ്. ഷെയ്ഖ് പറയും ലാ അജ്രി. ഷെയ്ഖ് പലപ്പോഴും ഷെയ്ഖിന്റെ ഒരു മജ്ലിസ് പോലും ഒരു പക്ഷേ ഉണ്ടാവുകയില്ല എനിക്കറിയില്ല എന്ന് പറയാത്തതായി. ഇന്നത്തെ ആൾക്കാരുടെ അവസ്ഥ എന്താ? തുല്ലാബുകൾ പോലും എല്ലാ മസ്അലയിലും മറുപടിയാണ്. അങ്ങനെ ആവരുത്. മറിച്ച് പ്രയാസമുള്ള കാര്യങ്ങൾ ഉലമാക്കളിലേക്ക് നമ്മൾ മടക്കുക. അൽ മഅഖിദു സാദിസ് അശർ, 16ാമത്തെ കാര്യം, തൗഖീറു മജാലിസുൽ ഇൽം വഇജ്ലാലു ഔഇയതിഹി. ഇൽമിന്റെ മജ്ലിസുകളെ നമ്മൾ ബഹുമാനിക്കുക. അതുപോലെ തന്നെ ഇൽമ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളെയും, ഇൽമിന്റെ കിതാബുകൾ, അതുപോലെ തന്നെ ഇൽമിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയും നമ്മൾ ബഹുമാനിക്കുക. ഫമജാലിസുൽ ഉലമാഇ കമജാലിസുൽ അംബിയാ. കാരണം ഉലമാക്കളുടെ മജ്ലിസ് എന്ന് പറയുന്നത് അംബിയാക്കളുടെ മജ്ലിസുകൾ പോലെയാണ്. ഉലമാക്കളുടെ മജ്ലിസുകൾ എന്ന് പറയുന്നത് അംബിയാക്കളുടെ മജ്ലിസുകൾ പോലെയാണ്. സഹൽ ഇബ്നു അബ്ദുല്ലാ റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ അറാദ അൻ യൻദുറ ഇലാ മജാലിസിൽ അംബിയാഇ ഫൽയൻദുർ ഇലാ മജാലിസിൽ ഉലമാ. ആരെങ്കിലും അംബിയാക്കളുടെ മജ്ലിസുകൾ നോക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഉലമാക്കളുടെ മജ്ലിസുകളിലേക്ക് അവൻ നോക്കട്ടെ എന്ന് സഹൽ ഇബ്നു അബ്ദുല്ലാ റഹിമഹുല്ലാഹ് പറഞ്ഞു.
അംബിയാക്കളുടെ മജ്ലിസുകൾ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഉലമാക്കളുടെ മജ്ലിസുകൾ അവൻ നോക്കിക്കൊള്ളട്ടെ എന്ന് സഹൽ ഇബ്നു അബ്ദില്ലാ റഹിമഹുല്ലാഹ് പറഞ്ഞു. എന്താണ് ശ്രദ്ധിക്കേണ്ട അദബുകൾ? ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി പറയുന്നു, ഫഅലാ താലിബിൽ ഇൽമി അൻ യഅരിഫ ലിമജാലിസിൽ ഇൽമി ഹഖ്ഖഹാ, ഇൽമിന്റെ മജ്ലിസിന് നൽകേണ്ട ബഹുമാനം നൽകണം. ഫയജ്ലിസു ഫീഹാ ജിൽസത്തൽ അദബ്, ബഹുമാനത്തോടുകൂടി അദബോടുകൂടി ഇരിക്കണം. വയുസ്ഗി ഇല ശൈഖി നാദിറൻ ലഹു, പഠിപ്പിക്കുന്ന ആളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഫലാ യൽതഫിതു അൻഹു മിൻ ഗൈരി ദറൂറ, ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. വലാ യൽതരിബു ലിളജ്ജത്തിൻ യസ്മഉഹാ, അവിടുന്നും ഇവിടുന്നും കേൾക്കുന്ന സംസാരത്തിലേക്ക് ചെവി കൊടുക്കരുത്. വലാ യഅബതു ബിയദൈഹി ഔ റിജ്ലൈഹി, കൈകൊണ്ടും കാലുകൊണ്ടും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കരുത്. വലാ യസ്തനിദു ബിഹദ്റതി ശൈഖിഹി, ശൈഖ് പഠിപ്പിക്കുന്ന സദസ്സുകളിൽ യാതൊരു കാരണവശാലും ചാർന്നിരിക്കാൻ പാടില്ല. അതൊരിക്കലും ഇൽമിന്റെ അദബിൽ ചേർന്നതല്ല. ഇൽമിന്റെ മജ്ലിസിൽ ചാർന്നിരിക്കുക എന്നുള്ളത്, നിങ്ങളെങ്ങാനും ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമിയുടെ മജ്ലിസിൽ ഒരു തവണ ചാർന്നിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ജീവിതത്തിൽ ഒന്നുകിൽ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കില്ല, അല്ലെങ്കിൽ ചാർന്നിരിക്കുകയില്ല. ഇൽമിന്റെ മജ്ലിസിൽ ചാർന്നിരിക്കുക എന്നുള്ളത് ഒരിക്കലും നല്ല വിദ്യാർത്ഥിയുടെ അടയാളമല്ല. അതിന് കാരണം പഠിപ്പിക്കുന്ന വ്യക്തിയോടുള്ള ബഹുമാനമല്ല, മറിച്ച് ഇവിടെ പറയപ്പെടുന്ന ഇൽമിനോടുള്ള ബഹുമാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ മജ്ലിസിൽ ചാർന്നിരിക്കരുത്. വലാ യത്തകിഉ അലാ യദിഹി, കൈകുത്തിക്കൊണ്ടിരിക്കരുത്. വലാ യുക്സിറു തനഹ്നുഹ വൽ ഹറക, ധാരാളം അനക്കങ്ങൾ, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒച്ചയുണ്ടാക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. വലാ യതകല്ലമു മഅ ജാരിഹി, തന്റെ കൂടെ ഇരിക്കുന്നവരോട് സംസാരിക്കരുത്. വഇദാ അതസ ഖഫദ സൗതഹു, തുമ്മിയാൽ ശബ്ദം കുറച്ച് തുമ്മാൻ വേണ്ടി പരിശ്രമിക്കുക. വഇദാ തസാഅബ സതറ ഫമഹു ബഅദ റദ്ദിഹി ജഹദഹു, കോട്ടുവായ വരികയാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി അവൻ പരിശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന്റെ കൂടെ തന്നെ ശൈഖ് പറയുന്നു, വയൻളമു ഇലാ തൗഖീരി മജാലിസിൽ ഇൽം ഇജ്ലാലു ഔഇയതിഹി അല്ലതി യുഹ്ഫദു ബിഹാ, ഇൽമിനായി നാം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബഹുമാനിക്കണം. വഇമാദുഹാ അൽ കുതുബ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഗ്രന്ഥങ്ങളാണ്. ഇൽമ പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കിതാബുകൾ നമ്മൾ സൂക്ഷിക്കുക. ഫല്ലാഇഖു ബിതാലിബിൽ ഇൽം, വിദ്യാർത്ഥി എന്ത് ചെയ്യണം? സൗനു കിതാബിഹി, അവന്റെ കിതാബ് സൂക്ഷിക്കുക. വഹിഫ്ളുഹു വഇജ്ലാലുഹു, അതിനെ പ്രശ്നങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുക. വൽ ഇഅ്തിനാഉ ബിഹി, അതിനെ സംരക്ഷിക്കണം. വലാ യജഅലുഹു സുന്ദൂഖൻ യഹ്ശൂഹു ബിവദാഇഇഹി, അവന്റെ എല്ലാ പേപ്പറുകളും വെക്കാനുള്ള ഒരു വസ്തുവായി അവന്റെ ഇൽമിന്റെ ഗ്രന്ഥങ്ങൾ അവൻ മാറ്റരുത്. വലാ യജഅലുഹു ബൂഖൻ, അതിനെ ഉരുട്ടിപ്പിടിച്ച് ഒരു ശംഖ് പോലെയാക്കരുത്. എന്ന് പറഞ്ഞാൽ കിതാബിനെ യാതൊരു കാരണവശാലും ഇങ്ങനെ പിടിക്കാൻ പാടില്ല. കിതാബിനെ യാതൊരു കാരണവശാലും ഇങ്ങനെ പിടിക്കാൻ പാടില്ല. അത് ഇൽമിന്റെ അദബിനോട് എതിരാണ്. വലാ യജഅലുഹു ബൂഖൻ വഇദാ വദഅഹു ബിലുത്ഫിൻ വഇനായ, ഒരു സ്ഥലത്ത് പുസ്തകം വെക്കുകയാണെങ്കിൽ അദബോടുകൂടി വെക്കുക. എന്നിട്ട് ഒരു സംഭവം പറഞ്ഞു. ഇസ്ഹാഖ് ബിൻ റാഹവൈ റഹിമഹുല്ലാഹ് അഹ്മദ് ബിൻ ഹംബലിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഒരു ദിവസം ഒരു കിതാബ് ഇങ്ങനെ താഴേക്കിട്ടു. ഇമാം അഹ്മദ് കോപിച്ചുകൊണ്ട് ചോദിച്ചു, അഹാകദാ യുഫഅലു ബികലാമിൽ അബറാർ, ഇങ്ങനെയാണോ സച്ചരിതരായ പണ്ഡിതന്മാരുടെ സംസാരം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളോട് നീ കാണിക്കേണ്ടത്? ഇമാം അഹ്മദ് കോപിച്ചുകൊണ്ട് ചോദിച്ചതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ കിതാബുകളെ നമ്മൾ ബഹുമാനിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? പരിശുദ്ധ ഖുർആൻ. ഇന്ന് ചില സഹോദരങ്ങളൊക്കെ ഖുർആൻ നിലച്ചു വെക്കും. ചോദിച്ചാൽ എന്താ പറയാ? ഇന്ന പണ്ഡിതൻ ഖുർആൻ നിലച്ചു വെക്കാൻ അനുവദിച്ചിട്ടുണ്ട്. മദീനയിലെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ലാഹയോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, മടിയിൽ ഖുർആൻ വെച്ചുകൊണ്ട് ഓതാൻ പറ്റുമോ? ഷെയ്ഖ് പറഞ്ഞു, ഒരു കാരണവശാലും അനുവദനീയമല്ല. മടിയിൽ ഖുർആൻ വെച്ചുകൊണ്ട് ഓതുക എന്നുള്ളത് ഖുർആനിനോടുള്ള അദബിന് എതിരാണ്. ചില പണ്ഡിതന്മാരൊക്കെ ഖുർആൻ നിലത്ത് വെക്കാമെന്ന് പറയുന്ന സാഹചര്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. മറ്റിതര സൗകര്യങ്ങളില്ല എങ്കിലാണ് പലപ്പോഴും പണ്ഡിതന്മാരത് പറയാറുള്ളത്. അതല്ലാതെ മറ്റിതര സൗകര്യങ്ങളുണ്ട് എങ്കിൽ ഖുർആൻ നിലത്ത് വെക്കുക അല്ലെങ്കിൽ മടിയിൽ വെക്കുക എന്നുള്ളത് ഒരിക്കലും ചേർന്ന ഒരു അദബല്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് പറയുന്നു, കിതാബിനെ നിങ്ങൾ ബഹുമാനിക്കണം. വലാ യത്തകിഉ അലൽ കിതാബ്, കിതാബിന്റെ മുകളിൽ ചാർന്നിരിക്കരുത്. ഔ യളഉഹു ഇൻദ ഖദമിഹി, കാലിന്റെ അരികിൽ കിതാബ് വെക്കരുത്. വഇദാ കാന യഖറഉ ഫീഹി അലാ ഷൈഇൻ റഫഅഹു അലൽ അർദ്, ഒരു ഷെയ്ഖിന്റെ അരികിൽ ഒരു കിതാബായി നമ്മൾ വായിക്കുകയാണെങ്കിൽ കിതാബ് നിലത്ത് വെക്കാതെ അത് നിലത്ത് നിന്ന് ഉയർത്താൻ വേണ്ടി പരിശ്രമിക്കുക. അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പോൾ കഴിയും. അൽ മഅഖിദു സാബിഅ അശർ, 17ാമത്തെ കാര്യം, അസ്സബ്ബു അനിൽ ഇൽമി വസ്സൗദു അൻ ഹിയാദിഹി, ഇൽമിനെ തൊട്ടും അതിന്റെ വാഹകരെ തൊട്ടും അതിന്റെ കിതാബുകളെ തൊട്ടും പ്രതിരോധിക്കുക. ഇൽമിനെ തൊട്ടും
അതിന്റെ വാഹകരെ തൊട്ടും അതിന്റെ കിതാബുകളെ തൊട്ടും നമ്മൾ പ്രതിരോധിക്കുക. ആരെങ്കിലും ഇൽമിനെ കുറ്റം പറഞ്ഞാൽ, അതുപോലെ തന്നെ ഉലമാക്കളെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞാൽ നമുക്കറിയുന്ന വിഷയങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ പ്രതിരോധിക്കുക. ഇന്ന ലിൽ ഇൽമി ഹുർമതൻ വാഫിറ തൂജിബുൽ ഇന്തിസാറ ലഹു ഇദാ തുഉദ്ദിദ ലിജനാബിഹി ബിമാ ലാ യസ്ലുഹ്. ഇൽമിനോട് മോശമായി വരുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇൽമിന്റെ ഗ്രന്ഥങ്ങളോട് മോശമായ ഒരു പ്രവർത്തനം ആരെങ്കിലും സമീപിച്ചാൽ അവരോട് നമ്മൾ പ്രതിരോധിക്കുക, അവർക്ക് വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക. ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അവരോട് അത് തെറ്റാണ് എന്ന് പറയുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ലം യസലിൻ നാസു യറുദ്ദു ബഅദുഹും അലാ ബഅദ്. ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ തെറ്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് അവരുടെ പതിവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ ജനാബിനോട് അല്ലെങ്കിൽ ഇൽമിനോട് ആരെങ്കിലും മോശമായി ഇൽമിനെതിരെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കുന്നത് പോലെ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ഹമിയത്തൽ ലിദ്ദീൻ വനസീഹത്തൽ ലിൽ മുസ്ലിമീൻ. അത് ദീനിനോടുള്ള സുരക്ഷയും മുസ്ലിമീങ്ങളോടുള്ള നസീഹത്തുമാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ശൈഖ് ഇവിടെ പറയുന്നു. ഒന്നാമത്തേത് അർറദ്ദു അലൽ മുഖാലിഫ്. ആരെങ്കിലും ഇൽമിനെതിരെ പറഞ്ഞാൽ, ഉലമാക്കൾക്കെതിരെ പറഞ്ഞാൽ, അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങൾക്കെതിരെ പറഞ്ഞാൽ അവർക്ക് മറുപടി കൊടുക്കുക. ആരെങ്കിലും ഇൽമിനെതിരെ പറഞ്ഞു, ഒരു വ്യക്തി ഷെയ്ഖ് അബ്ബാദിനെതിരെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശക്തമായി മറുപടി പറയുക, നല്ല രീതിയിൽ ആ വ്യക്തിക്ക് വിഷയം പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഇൽമിന്റെ മാർഗത്തിൽ പ്രതിരോധിക്കുക എന്നതിൽ പെട്ടതാണ് ഹജ്റുൽ മുബ്തദിഅ. മുബ്തദിഅനെ ഒഴിവാക്കുക. അബൂ യഅല അൽ-ഫറാ റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ ഇജ്മാഅ് ഉദ്ധരിച്ചിട്ടുണ്ട്. യാതൊരു കാരണവശാലും മുബ്തദിഅന്റെ അരികിൽ സമീപിക്കാൻ പാടില്ല. മുബ്തദിഅന് ശക്തമായി മറുപടി നൽകണം. ഫലാ യുഖദു അൽ-ഇൽമു അൻ അഹ്ലിൽ ബിദ്അ. ബിദ്അത്തിന്റെ ആൾക്കാരിൽ നിന്ന് യാതൊരു കാരണവശാലും ഇൽമു സ്വീകരിക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ അഹ്ലുസുന്നക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ബിദ്അത്തിന്റെ ആൾക്കാരിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ അഹ്ലുസുന്നക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ലാകിൻ ഇദാ തുറ ഇലൈഹി ഫലാ ബഅസ് കമാ ഫി റിവായത്തി അൻഹും ലദൽ മുഹദ്ദിഥീൻ. ചില നിർബന്ധിത സാഹചര്യങ്ങളിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ അല്ലാഹു വാജിബാക്കിയ കാര്യങ്ങൾ നിർവഹിക്കാനും അത് പറഞ്ഞു തരാനും മുബ്തദിഈങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവരോട് ആ സമയത്ത് സമീപിക്കുന്നതിൽ തെറ്റില്ല. അതല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും മുബ്തദിഈങ്ങളെ സമീപിക്കാൻ പാടില്ല എന്ന് അബൂ യഅല അൽ-ഫറാ റഹിമഹുല്ലാഹ് ഇജ്മാഅ് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുബ്തദിഈന്റെ അരികിൽ പോയിക്കൊണ്ട് ഒരു കാരണവശാലും ഇൽമു പഠിക്കാൻ പാടില്ല. ചില മുഹദ്ദിഥീങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ മുബ്തദിഈങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാനുള്ള കാരണം എന്താണ്? ഇമാം ബുഖാരിയെയും മുസ്ലിമിനെയും പോലെയുള്ളവർ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ആ ഹദീസ് ലഭിക്കാതെ വന്നപ്പോഴാണ് അവർ മുബ്തദിഈങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചത്. അതല്ലാതെ അടിസ്ഥാനപരമായി മുബ്തദിഈങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും ഇൽമു സ്വീകരിക്കാനോ ഇൽമു ഉദ്ധരിക്കാനോ പാടില്ല. ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും, ഇൽമിന്റെ വിഷയത്തിൽ പ്രതിരോധിക്കുന്നതിൽ പെട്ടതാണ് സജ്റുൽ മുതഅല്ലിമി ഇദാ തഅദ്ദാ ഫീ ബഹ്സിഹി ഔ ളഹറ മിൻഹു ലദദുൻ ഔ സൂഉ അദബ്. ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് മോശമായ വല്ല സ്വഭാവമുണ്ടായാൽ ആ വിദ്യാർത്ഥിയോട് ചൂടാവുക, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയോട് മോശമായി ശക്തമായി സംസാരിക്കുക, പ്രതിരോധിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റഹിമഹുള്ളയുടെ മജ്ലിസിൽ പേന കൊണ്ട് ആരെങ്കിലും ശബ്ദമുണ്ടാക്കിയാൽ അദ്ദേഹം സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു. പേന കൊണ്ട് അടിച്ച് ആരെങ്കിലും ശബ്ദമുണ്ടാക്കിയാൽ അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റഹിമഹുള്ള അദബിന്റെ ഭാഗമായി ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു. അവർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം തയ്യാറാവില്ലായിരുന്നു. സമീപകാലം സൗദിയിൽ ജീവിച്ച ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സദസ്സിൽ ആരെങ്കിലും അനാവശ്യമായി സംസാരിച്ചാൽ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിയാൽ അദ്ദേഹം ദർസിൽ നിന്ന് ഇറങ്ങിപ്പോവാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഇൽമിന്റെ മജ്ലിസിൽ അതിന്റെ ബഹുമാനത്തോടുകൂടി ഇരിക്കണം. അഥവാ ഒരു വിദ്യാർത്ഥി ഇരിക്കുന്നില്ല എങ്കിൽ ആ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചെയ്യൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അത് മുൻഗാമികളുടെ മാർഗമാണ്. ചില സാഹചര്യങ്ങളിൽ മജ്ലിസിൽ നിന്ന് പുറത്താക്കുന്നതിന് പകരം എന്താ ചെയ്യുക? വറഅയ്നാ ഹാദാ وقد يصدر المتعلم بعدم الإقبال عليه وترك إجابته فالسكوت جواب قاله أعمش. ചില മജ്ലിസുകളിൽ വിദ്യാർത്ഥിയെ പുറത്താക്കുന്നതിന് പകരം ആ വിദ്യാർത്ഥിയെ പരിഗണിക്കാതിരിക്കുക. ഒരു മജ്ലിസിൽ വിദ്യാർത്ഥി സംസാരിച്ചാൽ ചില പണ്ഡിതന്മാർ എന്ത് ചെയ്യും? ആ വിദ്യാർത്ഥിയെ പരിഗണിക്കുകയില്ല. അവൻ എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും മറുപടി നൽകാതെ അനങ്ങാതിരിക്കും. ഇതും ഒരു തരത്തിലുള്ള അദബ് പഠിപ്പിക്കലാണ്.
ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ മജ്ലിസിൽ അദബിനെതിരായി ആരെങ്കിലും ചോദിച്ചാൽ ഷെയ്ഖ് ഒന്നുകിൽ ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് എന്താണോ അതിനെതിരായി മറുപടി നൽകും, അല്ലെങ്കിൽ ഷെയ്ഖ് ആ വ്യക്തിയുടെ ചോദ്യത്തെ പരിഗണിക്കാതെ ഖാരിയോട് വായിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അതുകൊണ്ട് ഇൽമിന്റെ മജ്ലിസിൽ ആ ഒരു കാര്യവും ശ്രദ്ധിക്കുക. 18ാമത്തെ കാര്യം അൽ മഅഖദു الثامن عشر 18ാമത്തെ കാര്യം التحفظ في مسألة العالم. ഒരു ആലിമിനോട് നമ്മൾ ചോദിക്കുന്ന വിഷയത്തിൽ തെറ്റുകൾ വരാതെ ചോദിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ ചോദ്യം നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. യാതൊരു കാരണവശാലും മോശമായ നിയത്ത് വെച്ചുകൊണ്ട് ഒരു ആലിമിനോട് ചോദിക്കാതിരിക്കുക. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു വ്യക്തിയോട് ഇൽമിന്റെ ഒരു മസാല ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടുകൂടി ചോദിക്കുക. ഉലമാക്കൾ പറയുന്നു, അല്ലെങ്കിൽ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഇവിടെ സൂചിപ്പിച്ചു, നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തേത്, എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഉപകാരമില്ലാത്ത വിഷയങ്ങൾ യാതൊരു കാരണവശാലും നമ്മൾ ചോദിക്കാൻ പാടില്ല. വേറെയും ചില വിഷയങ്ങൾ ഇതിൽ ഉലമാക്കൾ പറയുന്നുണ്ട്. നമുക്ക് സമയം തീർന്നിരിക്കുകയാണ്. ബാക്കി 2 വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് പൂർത്തീകരിക്കാം. അടുത്ത ദർസിന്റെ ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നേരത്തെ നമ്മൾ ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു ഹമദ് അൽ ഉസൈമി ഹഫിളഹുള്ളയുടെ തഅലീമുൽ ഇൽം എന്ന ഗ്രന്ഥമാണ് വായിക്കാൻ ആരംഭിച്ചത്. സമയത്തിന്റെ പരിമിതി കാരണം അതിൽ 17 കാര്യങ്ങളോളം അൽഹംദുലില്ലാഹ് നമ്മൾ വായിച്ചു. ഇനി അവശേഷിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഇൽമിനെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഇനി നമുക്ക് ബാക്കിയായിട്ടുള്ളത്. അത് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ചു തീർക്കാം. അൽ മഅഖദു الثامن عشر 18ാമത്തെ കാര്യമായി ഈ കിതാബിൽ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് പറഞ്ഞത് അത്തഹഫ്ഫുളു ഫീ മസ്അലത്തിൽ ആലിം. ഒരു പണ്ഡിതനോട് അല്ലെങ്കിൽ നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്നവരോട് ചോദിക്കുമ്പോൾ അതിൽ തെറ്റുകൾ വരാതെ ചോദിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വിദ്യാർത്ഥി ആവട്ടെ അല്ലെങ്കിൽ മറ്റൊരു പണ്ഡിതനാവട്ടെ, അവരോട് ചോദിക്കുമ്പോൾ തെറ്റുകൾ വരാതെ ചോദിക്കാൻ എപ്പോഴും നമ്മൾ പരിശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുക. അതല്ലാതെ വെറുതെ നാട്ടിൽ ഫിത്നയുണ്ടാക്കാൻ അല്ലെങ്കിൽ നാട്ടിൽ ആർക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും യാതൊരു കാരണവശാലും ചോദിക്കാതിരിക്കുക. ഇവിടെ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് പറയുന്നു, ولا يفلح في تحفظه فيها إلا من أعمل 4 أصول. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ചോദ്യം നല്ലതാവുക. ഒരു പണ്ഡിതനോട് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുന്ന സാഹചര്യത്തിൽ 4 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. എന്നാലാണ് ആ ചോദ്യം ഉപയോഗമുള്ളതാവുക. ഒന്നാമത്തേത് അൽ ഫിക്റു ഫീ സുആലിഹി ലിമാദാ യസ്അൽ. ഒരു പണ്ഡിതനോട് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്തിനാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ പിന്നിലെ എന്റെ ഉദ്ദേശം എന്താണ്? ഒരു വ്യക്തി ഉദ്ദേശിക്കുന്നത് ആ ചോദ്യത്തിലൂടെ അവന് പഠിക്കാനും അവന് മനസ്സിലാക്കാനുമാണെങ്കിൽ അത് നല്ല ഉദ്ദേശമാണ്. അതല്ലാതെ ഒരു ഷെയ്ഖിന്റെ വായിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും മോശമായ ഒരു കാര്യം പൂർത്തീകരിക്കാൻ ഒരു ഉത്തരമാണ് അവൻ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ അവൻ ഉദ്ദേശിക്കുന്ന മറുപടി അവൻക്ക് ലഭിച്ചേക്കാം. പക്ഷേ ആ ചോദ്യം കാരണത്താൽ അല്ലാഹുവിനരികിൽ അവൻ കുറ്റക്കാരനായി തീരും. അപ്പൊ നമ്മൾ എന്തിനാണോ ചോദിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ളൊരു ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുൻഗാമികളിൽ ജീവിച്ചിരുന്ന ഉലമാക്കളുടെ ചരിത്രം നമ്മൾ വായിച്ചാൽ അവരുടെ അരികിൽ പല രൂപത്തിൽ മോശമായ ചിന്താഗതികൾ വെച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചു വരുന്നവരെ അവർ ശക്തമായി വിരട്ടാറുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ അരികിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് അഹ്ലുദ്ദിമ്മയെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിച്ചു. ശൈഖുൽ ഇസ്ലാം അതിന് മറുപടി പറഞ്ഞു, അദ്ദേഹം പോയി. മറ്റൊരു ദിവസം ആ വ്യക്തി വന്നു, അതേ ചോദ്യം മറ്റൊരു രൂപത്തിൽ ചോദിച്ചു.
ഷെയ്ഖുൽ ഇസ്ലാം ആദ്യം പറഞ്ഞ മറുപടി തന്നെ പറഞ്ഞു, അദ്ദേഹം പോയി. ഇത് ആവർത്തിച്ചു വന്നപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞു, ഹിയൽ മസ്അലത്തുൽ മുഅയ്യന വഇൻ ഖറജത് ഫീ ഇദ്ദതി ഖവാലിദ്. നീ എങ്ങനെ ചോദിച്ചാലും എന്റെ മറുപടി അത് തന്നെയായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് അത് നമ്മൾ ശ്രദ്ധിക്കണം. മറുപടി പറയുന്നവർ അവരും ശ്രദ്ധിക്കണം, ഈ ചോദിക്കുന്ന ആൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ നല്ല ഉദ്ദേശത്തിൽ പറയുന്ന ഒരു വാക്കായിരിക്കും അദ്ദേഹം മോശമായ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖവാരിജുകളോട് പറഞ്ഞതുപോലെ കലിമത്തു ഹഖ്ഖിൻ യുറാദു ബിഹൽ ബാത്തിൽ. ചില വാക്കുകൾ നല്ലതായിരിക്കും, പക്ഷേ അത് മോശമായ ആശയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ചിന്തിക്കുക. രണ്ടാമത്തെ കാര്യം, അത്തഫത്തുനു ഇലാ മാ യസ്അലു അൻഹു ഫലാ തസ്അൽ അമ്മാ ലാ നഫഅ ഫീഹ്. നമ്മൾ ചോദിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം. ചോദിക്കുന്നതിന് മുമ്പ് എന്തിനാ ചോദിക്കുന്നത് ചിന്തിക്കണം. രണ്ടാമത്തേത്, എന്താണോ നമ്മൾ ചോദിക്കുന്നത് ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ധാരണയുണ്ടാവണം. നമ്മൾ ചോദിക്കുന്ന വിഷയം നമുക്ക് ഉപകാരപ്രദമായ കാര്യമായിരിക്കണം. ചില ആൾക്കാരൊക്കെ നടക്കാത്ത സാങ്കല്പികമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കും. അതൊരിക്കലും നല്ലൊരു സ്വഭാവമല്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് നടക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ച് ആരെങ്കിലും വന്നാൽ അദ്ദേഹം പറയാറുണ്ട്, നടന്നതിന് ശേഷം താങ്കൾ വന്നിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹത്തിനരികിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിച്ചു, ഇന്ന രാജ്യവും രണ്ട് രാജ്യങ്ങളുടെ പേര് പറഞ്ഞു, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ ആരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ വന്ന് ചോദിച്ചാൽ ഇൻഷാ അള്ളാഹ് മറുപടി പറയാം. അപ്പോൾ ചോദ്യം ചോദിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ചോദിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ബോധമുണ്ടാവേണ്ടതുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ അരികിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഷെയ്ഖ് മുഖ്ബിലിനെ അറിയുമോ? ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെ അരികിൽ വന്ന ഒരു വ്യക്തി ചോദിച്ചു, നിങ്ങൾക്ക് ഷെയ്ഖ് മുഖ്ബിലിനെ അറിയുമോ? ഷെയ്ഖ് പറഞ്ഞു, എനിക്ക് ഷെയ്ഖ് മുഖ്ബിലിനെ അറിയില്ല. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറഞ്ഞു, ഷെയ്ഖ് മുഖ്ബിലിനെ അറിയില്ല. അഹ്ലുസുന്നയുടെ ഇന്ന് സമീപകാലം ജീവിച്ച വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ്. അത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഷെയ്ഖ് ഫൗസാൻ അവിടെ ഉദ്ദേശിച്ചത്, നീ ഉദ്ദേശിക്കുന്ന നിന്റെ ചോദ്യത്തിലെ ആ ഒരു മോശം ഉദ്ദേശമില്ലേ, ആ ഒരു അർത്ഥത്തിൽ എനിക്ക് ഷെയ്ഖ് മുഖ്ബിലിനെ അറിയില്ല എന്നാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന സാഹചര്യത്തിൽ നടക്കാത്ത സാങ്കല്പികമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടൊന്നും ചോദിക്കാതിരിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, അൽ അസ്ലു സാലിസ് അൽ ഇൻതിബാഹു ഇലാ സലാഹിയ്യതി ഹാലി ശൈഖ് ലിൽ ഇജാബതി അൻ സുആലിഹി. നമ്മളൊരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ ആ വ്യക്തിക്ക് മറുപടി പറയാൻ സാധിക്കുന്ന അവസ്ഥയിലായിരിക്കണം. അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും തിരക്കുകളിലോ, ഷെയ്ഖ് ഇവിടെ പറയുന്നു കകൗനിഹി മഹ്മൂമൻ, എന്തെങ്കിലും പ്രയാസത്തിലായിരിക്കുമ്പോൾ, ഔ മുതഫക്കിറൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചിന്തിക്കുമ്പോൾ, ഔ മാഷിയൻ ഫീ തരീഖ്, അല്ലെങ്കിൽ അദ്ദേഹം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളിൽ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിനെ ചോദിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്താൻ പാടില്ല. ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞു, സഅൽതു അബൂ തുഫൈൽ മസ്അല, ഞാൻ അബൂ തുഫൈലിനോട് ഒരു മസ്അല ചോദിച്ചു. ഫഖാല, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന ലികുല്ലി മഖാമിൻ മഖാല, ഓരോരോ കാര്യം ചോദിക്കേണ്ടത് അതിൻ്റെതായ സമയങ്ങളുണ്ട്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ദീന് പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് നമുക്കൊരു കാര്യം ചോദിക്കേണ്ടി വന്നാൽ അതിന് സമയം നോക്കുക, അതിന്റെ അവസ്ഥകൾ ചിന്തിക്കുക. ചില ആൾക്കാരൊക്കെ ഒന്നും പരിഗണിക്കാതെ പെട്ടെന്ന്, ഇപ്പൊ രാത്രിയൊക്കെ ഒരു വ്യക്തി 10 മണിക്ക് ഉറങ്ങുന്നതാണെങ്കിൽ അതിനുശേഷം വിളിച്ചു ചോദിക്കും. നിർബന്ധമായ എന്തെങ്കിലും പെട്ടെന്നുള്ള മസലകളാണെങ്കിൽ പ്രശ്നമില്ല. അതല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ആ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നാലാമത്തെ കാര്യം, ചോദ്യത്തിന്റെ രൂപം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. നമുക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ഒന്നിലധികം രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റും. അത് അവതരിപ്പിക്കുന്നത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം നാം അവതരിപ്പിക്കേണ്ടത്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ ഒരു അദബുമില്ലാതെ പണ്ഡിതന്മാരോട് ചോദിക്കും, അല്ലെങ്കിൽ ഒരു അദബുമില്ലാതെ വിദ്യാർത്ഥികളോട് ചോദിക്കും. അതൊരിക്കലും നല്ല ഒരു വിദ്യാർത്ഥിയുടെ അടയാളമല്ല. ജഅഫർ ഇബ്നു അബി ഉസ്മാൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, കുന്ന ഇൻദ യഹ്യ ഇബ്നു മഈൻ, നമ്മൾ ഒരു ദിവസം അഹ്ലുസുന്നയുടെ മുഹദ്ദിസായ യഹ്യ ഇബ്നു മഈനിന്റെ അരികിലായിരുന്നു. ഫജാഅഹു റജുലുൻ മുസ്തഅജിൽ, ഒരു വ്യക്തി ധൃതിയിൽ പെട്ടെന്ന് വന്ന് യഹ്യ ഇബ്നു മഈനിനോട് പറഞ്ഞു, യാ അബ സക്കരിയ, എനിക്ക് എന്തെങ്കിലും താങ്കൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം, പെട്ടെന്ന് എനിക്ക് പഠിച്ചു പോകണം. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ അർത്ഥം, എനിക്ക് പെട്ടെന്ന് പഠിച്ചു പോകണം, എനിക്ക് എപ്പോഴും താങ്കളെ ഓർക്കാൻ സാധിക്കും, അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് പഠിച്ചു പോകാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരണം.
ഇമാം യഹ്യ ഇബ്നു മഈൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എന്റെ അരികിൽ വന്ന് ധൃതിയിൽ ചോദിച്ചു, ഞാൻ താങ്കൾക്ക് മറുപടി തന്നില്ല എന്ന കാര്യം എന്നും താങ്കൾ ഓർക്കുക, അതാണ് ഏറ്റവും നല്ല ഇൽമ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചയച്ചു. അതുകൊണ്ട് ഇൽമ് ചോദിക്കുമ്പോൾ അതിൽ ഒരു ഷെയ്ഖ് പഠിപ്പിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ അവസ്ഥയും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സെയ്ദ് ബിൻ അസ്ലം റഹിമഹുല്ലാഹയുടെ അരികിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തെറ്റായ രൂപത്തിൽ നല്ല രീതിയിലല്ലാതെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ഹബ് ഫതഅല്ലം കൈഫ തസ്അൽ, നീ ആദ്യം പോയിട്ട് എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് പഠിക്കുക, സുമ്മ തആല ഫസൽ, പിന്നെ വന്നിട്ട് നീ ചോദിക്കുക എന്ന് സെയ്ദ് ബിൻ അസ്ലം റഹിമഹുല്ലാഹ് പറഞ്ഞു. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. അൽ മഅഖദു താസിഅ അശർ, അൽ മഅഖദു താസിഅ അശർ, 19ാമത്തെ കാര്യം ഷഗഫുൽ ഖൽബി ബിൽ ഇൽമി വഗലബതുഹു അലൈഹി, ഇൽമിനോടുള്ള സ്നേഹത്താൽ ഹൃദയത്തെ നമ്മൾ നിറയ്ക്കുക. ഇൽമിനോടുള്ള സ്നേഹത്താൽ ഹൃദയത്തെ നമ്മൾ നിറയ്ക്കുക. ഇത് സഹോദരങ്ങളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൽമിനോട് നമുക്ക് സ്നേഹമുണ്ടാവണം, ഇൽമിനോട് നമുക്ക് ഇഷ്ടമുണ്ടാവണം. അതല്ലാതെ ഒരു ബാധ്യത പൂർത്തീകരിക്കാനാവരുത് ഇൽമിന്റെ സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കേണ്ടത്. മറിച്ച് ഇൽമിനോട് നമുക്ക് നല്ല സ്നേഹമുണ്ടാവണം. فصدق الطلب له يوجب محبته وتعلق القلب به ولا ينال العبد درجة العلم حتى تكون لذته الكبرى فيه. ഒരു വ്യക്തിക്ക് ഇൽമിലൂടെ ആനന്ദം കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ ഇൽമിനോട് അവന് ഇഷ്ടമുണ്ടാവണം. ഇൽമിനോട് ഇഷ്ടമുണ്ടാവണം. ഞാൻ പഠിക്കുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ചാണ്, പ്രവാചകനെ സംബന്ധിച്ചാണ് നല്ലൊരു ബോധം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവണം. وإنما تنال لذة العلم بثلاثة أمور. 3 കാര്യങ്ങൾ ആർക്കെങ്കിലും ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചാൽ ആ വ്യക്തിക്ക് ഇൽമിനോട് സ്നേഹമുണ്ടാകും. ذكرها أبو عبد الله ابن القيم رحمه الله അദ്ദേഹത്തിന്റെ മിഫ്താഹു ദാരിസ് സആദയിൽ ഈ 3 കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ബദ്ലുൽ വുസ്ഇ വൽ ജഹദ്, നന്നായി പരിശ്രമിക്കുക. ഇൽമിനോട് സ്നേഹമുണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇൽമ പഠിക്കാൻ അതിയായി നമ്മൾ പരിശ്രമിക്കുക, അതിനുള്ള മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ നാട്ടിൽ ഒരു ദർസ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഇൽമിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുക. ഇൽമിന്റെ ക്ലാസുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടതുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു താല്പര്യം നമ്മൾ കാണിക്കുക. അതല്ലാതെ ദുനിയാവിന്റെ ശുഗലുകൾ പറഞ്ഞുകൊണ്ട് ഇൽമിനെ ഒഴിവാക്കുന്ന ഒരു അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. വസാനിഹ, രണ്ടാമത്തേത് സിദ്ഖുത് ത്വലബ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സത്യസന്ധമായി ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. സത്യസന്ധമായി ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അഹ്ലുസുന്നയുടെ ആലിമിനോട് ഞാൻ ഒരു ദിവസം നസീഹത്ത് ചോദിച്ചപ്പോൾ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, അദ്ദേഹം പറഞ്ഞു, ഉസ്ദുഖ് മഅല്ലാഹ്, താങ്കൾ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയാൽ യസ്ദുഖക അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോടും സത്യസന്ധത പുലർത്തും. അതുകൊണ്ട് ഇൽമ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സത്യസന്ധത ഉണ്ടാവണം. ഞാനിവിടെ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നത് എനിക്ക് പഠിക്കാനാണ്, അതല്ലാതെ ഒരു ദിവസം തള്ളി നീക്കാനോ ഒരു ദിവസം കളയാനോ അല്ല, മറിച്ച് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തേത് നേരത്തെ നമ്മൾ പറഞ്ഞ സിഹ്ഹത്തുൻ നിയ്യതി വൽ ഇഖ്ലാസ്, നിയ്യത്തും ഇഖ്ലാസും നന്നാവുക. അതിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി പറഞ്ഞു, ഇന്ന ലദ്ദത്തൽ ഇൽമി ഫൗഖ ലദ്ദത്തി സുൽത്താനി വൽ ഹുക്മി അല്ലതി തതതല്ലഉ ഇലൈഹാ നുഫൂസുൻ കസീറ. ഇൽമിന്റെ മാധുര്യം എന്ന് പറയുന്നത് ബാക്കി എല്ലാ മാധുര്യത്തെക്കാളും നല്ലതാണ്. ഒരു വ്യക്തിക്ക് അധികാരം ലഭിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ മാധുര്യം എപ്പോഴാണ്? ഇൽമ പഠിക്കുമ്പോഴാണ്. പക്ഷേ ഇൽമിന്റെ മഹത്വം അറിയണം. അബൂ ജഅഫർ അൻ-നസഫി ഹനഫി മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഒരു സാഹചര്യത്തിൽ വളരെ വലിയ പ്രയാസമുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല, ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളായി. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ മദ്ഹബിലുള്ള അല്ലെങ്കിൽ ഫിഖ്ഹി ചർച്ചകളിലുള്ള ഒരു ചർച്ച അദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടെന്ന് വരികയും അതിന് ഉത്തരം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നല്ലൊരു ചർച്ച അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടുകയും ഐനൽ മുലൂക് വ അബ്നാഉൽ മുലൂക് എന്ന് പറയുകയും ചെയ്തു. രാജാക്കന്മാരൊക്കെ എവിടെ? എനിക്ക് വന്നിരിക്കുന്ന ഈ ഒരു സൗഭാഗ്യം, ഈ ഒരു ആനന്ദം അവർക്ക് ഒരിക്കലും ലഭിക്കുകയില്ലാലോ എന്ന അർത്ഥത്തിൽ അബൂ ജഅഫർ അൻ-നസഫി റഹിമഹുല്ലാഹ് തുള്ളിച്ചാടിയതായി അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. വലിഹാദാ കാനത്തിൽ മുലൂക് തതൂഖു ഇലാ ലദ്ദത്തിൽ ഇൽം വതുഹിസ്സു ഫഖദഹ വതത്ലുബു തഹ്സീലഹ. അതുകൊണ്ട് തന്നെ പൂർവ്വകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭരണാധികാരികളുടെ ചരിത്രം വായിച്ചാൽ അവർ ഇൽമിനോട് വലിയ താല്പര്യം കാണിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അബൂ ജഅഫർ അൽ മൻസൂർ അബ്ബാസി ഭരണകൂടത്തിലെ പ്രസിദ്ധനായ ഖലീഫയാണ്. അദ്ദേഹത്തോട് ഒരു ദിവസം ഒരാൾ ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഭരണകൂടം എല്ലാവർക്കും അറിയാം, ലോകത്തിന്റെ നല്ലൊരു ഭാഗം ഭരിച്ച വ്യക്തിയാണ് അബൂ ജഅഫർ അൽ മൻസൂർ. അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ ബഖിയ മിൻ ലദ്ദാത്തി ദുനിയ ശൈഉൻ ലം തനൽഹു, താങ്കൾക്ക് ഈ ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു ആനന്ദം നഷ്ടപ്പെട്ടിട്ടുണ്ടോ?
അദ്ദേഹം ലോകത്തെ അടക്കി ഭരിക്കുന്ന ഒരു രാജാവാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും ഒരു സുഖം ഈ ദുനിയാവിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? താങ്കൾക്ക് ഇത്ര വലിയ ഭരണകൂടമുണ്ട്, താങ്കൾക്ക് എല്ലാവിധ സമ്പത്തുമുണ്ട്, താങ്കൾക്ക് എന്തെങ്കിലും ഒരു ആനന്ദം ഈ ദുനിയാവിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വഹുവ മുസ്തവിൻ അലാ കുർസിയിഹി വസരീരി മുൽക്കി, അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു, ബഖിയത് ഖസ്ല, ഒരു കാര്യം എനിക്ക് ബാക്കിയാണ്, أن أقعد على مصطبة وحولي أصحاب الحديث أي طلاب العلم فيقول المستملي من ذكرت رحمك الله يعني فيقول حدثنا فلان قال حدثنا فلان ويسوق الأحاديث المسندة. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നഷ്ടപ്പെടുന്ന ഒരു ആനന്ദമുണ്ട്. ഞാനൊരു കസാരയിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഞാനിരുന്ന് എന്റെ ചുറ്റും വിദ്യാർത്ഥികൾ ഇരുന്ന് അവരോട് ഞാൻ പറയുകയാണ്, അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ ഒരു ആനന്ദമാണ് ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എനിക്ക് ലഭിക്കാതിരുന്നത് എന്ന് അബൂ ജഅഫർ അൽ മൻസൂർ പറഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ദുനിയാവിലെ എല്ലാ സുഖങ്ങളെക്കാളും വലിയ സുഖം ഇൽമിനാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നളർ ഇബ്നു ശുമൈൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ യജിദുൽ മർഉ ലസ്സത്തൽ ഇൽം ഹത്താ യജൂഅ വയൻസാ ജൂഅഹു. ഒരു വ്യക്തിക്ക് ഇൽമിന്റെ മാധുര്യം എത്രത്തോളം ആസ്വദിക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ വിശപ്പുണ്ടായിട്ടും ആ വിശപ്പിനെ അദ്ദേഹം ഒരുപക്ഷെ മറന്നുപോകും. ആ വിശപ്പിനെ ഒരുപക്ഷെ അദ്ദേഹം മറന്നുപോകുന്നതാണ്. അത്രത്തോളം ഇൽമിന് ആനന്ദമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിനോട് നമ്മൾ താല്പര്യം കാണിക്കുക. സത്യസന്ധമായി ഇൽമ് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇൽമിലൂടെ നമുക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എന്നിട്ട് ശൈഖ് ഇവിടെ പറഞ്ഞു, ബൽ തസ്തഹീലുൽ ആലാമു ലസ്സതൻ ബിഹാദിഹി ലസ്സ. അങ്ങനെ ഒരു വ്യക്തി ഇൽമിനോട് സ്നേഹം കാണിച്ചാൽ അദ്ദേഹത്തിന്റെ വേദനകൾ പോലും അദ്ദേഹത്തിന് ആസ്വാദനമായി തീരും. അദ്ദേഹത്തിന്റെ വേദനകൾ പോലും അദ്ദേഹത്തിന് ആസ്വാദനമായി തീരുന്നതാണ്. ഈ ഒരു മർത്തബയിലേക്ക് നമ്മൾ എത്തണം. ഈ ഒരു മർത്തബയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഇൽമിനെ നമ്മൾ സ്നേഹിക്കുക. ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ ഇരിക്കുക. സത്യസന്ധമായി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അങ്ങനെ ഇൽമിനെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുക. ഇൽമിന്റെ മജ്ലിസുകളിലൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി നന്നായി പഠിച്ച് ഇൽമിലൂടെ ആസ്വാദനം കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ ചരിത്രം തന്നെ പഠിച്ചാൽ ബഹുമാന്യനായ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തിന് ഏകദേശം 88ഓളം വയസ്സായി. ഇന്നും നിങ്ങൾ അദ്ദേഹത്തിന്റെ അവസ്ഥ നോക്കിയാൽ അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുകയില്ല. വീൽ ചെയറിൽ വന്ന് ഷെയ്ഖ് ഇന്നും മസ്ജിദ് നബവിയിൽ വന്ന് പഠിപ്പിക്കുന്നു. ഷെയ്ഖിന് പണ്ട് കണ്ടു കാണാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അധികമായി വായിച്ച കാരണത്താൽ കണ്ണിന്റെ കാഴ്ചയും നന്നായി കുറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കണ്ണു കാണാൻ സാധ്യമല്ല. ചെറിയ രൂപത്തിൽ മാത്രമാണ് കണ്ണു കാണാൻ സാധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്ര വലിയ പ്രായമുള്ള സാധാരണ അവസ്ഥയിൽ 89 വയസ്സായ ഒരു വ്യക്തി അല്ലെങ്കിൽ 90 വയസ്സായ വ്യക്തി ഒരു പക്ഷേ വീട്ടുകാർ പോലും നല്ല രീതിയിൽ അദ്ദേഹത്തെ പരിഗണിക്കുകയില്ല. ഇന്ന് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് മസ്ജിദ് നബവിയിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ പൊതിഞ്ഞു വരികയാണ്. ഇങ്ങനെ ഇൽമു കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉയർത്തി. കാരണം അവർ ഇൽമിന് വേണ്ടി എല്ലാം നൽകി. ഏത് പ്രയാസത്തിലാണെങ്കിലും അവരെങ്ങനെയാണ്. സമീപകാലം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ജനിച്ച ഷെയ്ഖ് അബ്ദുൽ സമദ് അൽ ഖാസിബ് റഹിമഹുല്ലാഹ്, മദീനയിൽ ജീവിച്ച ഫർദിയുൽ മദീന എന്ന പേര് നൽകപ്പെട്ട അദ്ദേഹത്തിന് ഒരു കുട്ടി മരണപ്പെട്ട ദിവസത്തിൽ പോലും അദ്ദേഹം കുട്ടിയെ മറവ് ചെയ്തതിനു ശേഷം ഇൽമിന്റെ മജ്ലിസിൽ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി വന്നു. ഇതാണ് അവരുടെ ദീൻ. കാരണം അവർ മനസ്സിലാക്കിയിരുന്നത്, അവരുടെ ആനന്ദം അവർ കണ്ടെത്തിയത് ഇൽമിന്റെ മജ്ലിസുകളിലാണ്. ഇന്നും ചില മശായിഖന്മാർ പെരുന്നാൾ ദിവസത്തിൽ പോലും പഠിപ്പിക്കുന്നത് കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ പറയും, പെരുന്നാൾ ദിവസം സന്തോഷിക്കാനാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത്. നമുക്ക് ഏറ്റവും അധികം സന്തോഷം ലഭിക്കുക ഇൽമിന്റെ മജാലിസുകളിലാണ്. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടുമെന്ന് നോക്കി ഇൽമിന്റെ സദസ്സുകൾ ഒഴിവാക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇൽമിന്റെ മാധുര്യം മനസ്സിലാക്കി മനസ്സിൽ ഇൽമിനെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാവുക. മുഹമ്മദ് ബിൻ ഹാറൂൻ അദ്ദിമശ്ഖി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരു സഹോദരൻ എന്റെ കൂടെ ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇൽമ് എഴുതാൻ ഒരു പേന എന്റെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതൊക്കെ അവർ പറയുന്നത് കേവലം വെറും വാക്കുകളല്ല. അവരുടെ ജീവിതത്തിൽ ഇൽമിനെ അവർ ആസ്വദിച്ചു, ഇൽമിനെ അവർ മനസ്സിലാക്കി, ഇൽമിന് വലിയ സ്ഥാനം നൽകി. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഏത് പ്രയാസമുള്ള വേളയിലും ഇൽമിന്റെ കിതാബുകൾ വായിക്കുമ്പോൾ അവർക്ക് സമാധാനമായിരുന്നു. ഇന്നും ധാരാളം പണ്ഡിതന്മാർ, പേരെടുത്ത് പറയാൻ സമയമില്ല, ഇന്നും ജീവിച്ചിരിക്കുന്ന എത്രയോ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ ചുരുങ്ങിയത് 14 മണിക്കൂർ വായിക്കും. സഹോദരങ്ങൾ, ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ
ഞാൻ ഏതെങ്കിലും പഴയ കാലഘട്ടമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന ചില പണ്ഡിതന്മാർ പോലും പറയുന്നു ഒരു ദിവസം ചുരുങ്ങിയത് 14 മണിക്കൂർ ഞാൻ വായിക്കും. ചില പണ്ഡിതന്മാർ പറയുന്നു ഒരു ദിവസം 16 മണിക്കൂർ ഞാൻ വായിക്കും. സൗദി അറേബ്യയിലുള്ള ഷെയ്ഖ് സഅദ് അശ്ശത്രി, അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം നിങ്ങൾ കേട്ടു നോക്കി. അതുപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാർ ഇങ്ങനെ മണിക്കൂറുകളോളം ഇൽമിന് വേണ്ടി കിതാബിന്റെ കൂടെ ചെലവഴിക്കുന്നവർ. നമ്മെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ ദർസിനിരിക്കാൻ പറഞ്ഞാൽ പല ആൾക്കാർക്കും പ്രയാസമാണ്. അൽ മഅഖിദുൽ 20ാമത്തെ കാര്യമായി ഇവിടെ ഷെയ്ഖ് സൂചിപ്പിക്കുന്നു ഹിഫ്ളുൽ വഖ്തി ഫിൽ ഇൽം. ഇൽമ് പഠിക്കാൻ അല്ലെങ്കിൽ ഇൽമിന്റെ മാർഗത്തിലായിക്കൊണ്ട് സമയത്തെ നമ്മൾ സൂക്ഷിക്കുക. ഇൽമിന്റെ മാർഗത്തിലായിക്കൊണ്ട് സമയത്തെ നമ്മൾ സൂക്ഷിക്കുക. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വൈദുൽ ഖാതിറിൽ പറഞ്ഞു, യംബഗി ലിൽ ഇൻസാനി അൻ യഅരിഫ ശറഫ സമാനിഹി. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അതിലേറ്റവും മഹത്വമുള്ളത് എന്താണെന്ന് അവൻ മനസ്സിലാക്കണം. വഖദറ വഖ്തിഹി, അവന്റെ സമയവും അതിന്റെ വില, എത്രത്തോളം സമയം അവനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഫലാ യുളയ്യിഉ മിൻഹു ലഹ്ളതൻ ഫീ ഗൈരി ഖുർബ. ഒരു സെക്കൻഡ് പോലും അല്ലാഹുവുമായിട്ട് സാമീപ്യമില്ലാത്ത വിഷയങ്ങളിൽ ചെലവഴിക്കാൻ പാടില്ല. നമ്മളൊരു സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവുമായിട്ട് സാമീപ്യം ഉണ്ടാക്കുന്ന വിഷയത്തിൽ ചെലവഴിക്കുക. ഷെയ്ഖ് ബദർ അൽ ഉസൈബി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സെക്കൻഡ് പോലും സഹോദരങ്ങളെ വെറുതെ ചെലവഴിക്കരുത്. വെറുതെ കിടക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുക. ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ ശേഷം എനിക്ക് ഇബാദത്ത് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് ഈ ഉറക്കിലൂടെ ഉന്മേഷം ഉണ്ടാവണം എന്ന ചിന്തയിൽ നമ്മൾ ചെലവഴിക്കുക. ഇങ്ങനെ ഓരോരോ സെക്കൻഡ് പോലും അള്ളാഹുവുമായി സാമീപ്യം ഉണ്ടാക്കുന്ന വിഷയത്തിൽ നമ്മൾ ചെലവഴിക്കുക. വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. ഇങ്ങനെയായിരുന്നു മുൻഗാമികളായ പണ്ഡിതന്മാർ. മുഹമ്മദ് ബിൻ അബ്ദുൽ ബാഖിൽ ബസ്സാർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മാ ളയ്യഅതു സഅഅതൻ മിൻ ഉമരി ഫീ ലഹ്വിൻ ഔ ലഅബിൻ. എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു സമയം പോലും കളി തമാശകളിൽ ഞാൻ ചെലവഴിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഒരു സമയം പോലും കളി തമാശകളിൽ ഞാൻ ചെലവഴിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ ബാഖി അൽ ബസ്സാർ റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമയങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ചെലവഴിക്കുക. അതിന്റെ അർത്ഥം 24 മണിക്കൂർ വായിച്ച് പഠിക്കണമെന്നല്ല. അതൊരു പക്ഷേ പല ആൾക്കാർക്കും പ്രയാസമുണ്ടാക്കും. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും അത് ഇബാദത്താക്കുക. ആ സമയത്ത് അല്ലാഹുവിനെ പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ആവിഷ്കരിക്കുക. ഇങ്ങനെ സമയം നല്ല രീതിയിൽ മാത്രം ചെലവഴിക്കുക. അബുൽ വഫാ ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ്, പല ആൾക്കാരും ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പേര് പോലും കേട്ടിട്ടുണ്ടാവുകയില്ല. അദ്ദേഹത്തിന്റെ കിതാബുൽ ഫുനൂൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. 800 വാള്യങ്ങളിൽ അബുൽ വഫാ ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ്ക്ക് ഒരു ഗ്രന്ഥമുണ്ട്, കിതാബുൽ ഫുനൂൻ. അദ്ദേഹം പറയുന്നു, ഇന്നി ലാ യഹില്ലു ലി അൻ ഉളയ്യിഅ സഅഅതൻ മിൻ ഉമരി. എന്റെ ആയുസ്സിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ചെറിയൊരു സമയം പോലും എനിക്ക് കളയാനില്ല, അല്ലെങ്കിൽ എനിക്ക് കളയാൻ അനുവദനീയമല്ല. ഈ ഒരു ആശയം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പാലിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് 800 വാള്യങ്ങളുള്ള ഒരു പുസ്തകം എഴുതാൻ സാധിച്ചത്. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിൽ എത്ര വാള്യം നമ്മൾ വായിച്ചിട്ടുണ്ട്? നമുക്ക് വായിക്കാൻ പോലും സാധ്യമല്ല. അബുൽ വഫാ ഇബ്നു അഖീൽ 800 വാള്യം എഴുതിയിട്ടുണ്ടെങ്കിൽ എത്ര വാള്യങ്ങൾ അദ്ദേഹം വായിച്ചിട്ടുണ്ടാകും? എത്ര ഇൽമ് അദ്ദേഹത്തിനുണ്ടാകും? അതുകൊണ്ട് ഇൽമിന് വേണ്ടി സമയത്തെ നമ്മൾ ഉപയോഗിക്കുക. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ഫഹ്ഫദ് അയ്യുഹ ത്വാലിബു വഖ്തക ഫഖദ് അബ്ലഗ അൽ വസീർ സ്വാലിഹ് ഇബ്നു ഹുബൈറത ഫീ നുസ്ഹിക ബിഖൗലി വൽ വഖ്തു അൻഫസു മാ ഉനീത ബിഹിഫ്ളിഹി വഉറാഹു, അല്ലെങ്കിൽ വഅറാഹു, രണ്ട് രീതിയിലും വായിക്കാം. അസ്ഹല മാ അലൈക യളിയു. ഇബ്നു ഹുബൈറ റഹിമഹുല്ലാഹ് നൽകിയിരിക്കുന്ന ഒരു നസീഹത്ത് പറഞ്ഞുകൊണ്ട് ഇവിടെ ഷെയ്ഖ് അവസാനിപ്പിച്ചു, നീ നിന്റെ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിന്റെ സമയമാണ്. പെട്ടെന്ന് തന്നെ നിന്നെ തൊട്ട് അത് വിട്ടുപോകും. അതുകൊണ്ട് ആ സമയത്തെ നീ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്ന് ഇബ്നു ഹുബൈറ റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്ന ഒരു നസീഹത്തുമായിട്ടാണ് ഇവിടെ ഷെയ്ഖ് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇൽമിന് വേണ്ടി ഒരു സമയം നമ്മൾ മാറ്റിവെക്കുക. നല്ല കാര്യങ്ങളിൽ മാത്രം നമ്മൾ സമയം ചെലവഴിക്കുക. അതിലൊരു സമയം ഇൽമ് പഠിക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ജീവിത ചരിത്രങ്ങൾ ധാരാളമാണ് വിഷയത്തിൽ. 1-2 കാര്യങ്ങൾ മാത്രം പറയാം. അഹ്മദ് ഇബ്നു സുലൈമാൻ അൽ ബുൽഖാസി റഹിമഹുല്ലാഹ്, അദ്ദേഹം 28ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയം പോലും പാഴാക്കരുത് എന്നൊരു നിയത്താൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് അദ്ദേഹത്തിന്റെ അരികിലിരുന്നു കൊണ്ട് കിതാബുകൾ വായിക്കാൻ വേണ്ടി പറയുമായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയം വെറുതെ പാഴാവണ്ട എന്ന് കരുതിക്കൊണ്ട്. അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യ അൽ ജദ് റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയുടെ പിതാമഹൻ
അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ കാണാം, അദ്ദേഹം ചില സ്ഥലങ്ങളിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോയാൽ പുറത്തുള്ള ആൾക്കാരോട് പറയും, ഇഖ്റഅ ഫീ ഹാദൽ കിതാബ് വർഫഅ സൗതക ബിഹാ, നീ ഉറക്കെ പുറത്തുനിന്ന് ഈ കിതാബ് വായിക്കുക എന്ന് ഇബ്നു തൈമിയ്യത്ത് അൽ ജദ് റഹിമഹുല്ലാഹ് പറയാറുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു ദിവസം 12 ദർസുകളിൽ പങ്കെടുക്കാറുണ്ട്. 12 ദർസുകൾ. നമ്മൾ ഇന്ന് ഒരു ദർസിൽ പങ്കെടുക്കാൻ കാണിക്കുന്ന പ്രയാസം പല ആൾക്കാർക്കും അറിയാം. 12 ദർസുകളിൽ ഇമാം നവവി പങ്കെടുക്കാറുണ്ട്. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് ഒരു ദിവസം 13ഓളം ദർസുകളിൽ പങ്കെടുക്കാറുണ്ട്. ഇമാം അബു മഹ്മൂദ് അൽ ആലൂസി റഹിമഹുല്ലാഹ് ഒരു ദിവസം 24 ദർസുകളിൽ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പിൽക്കാലഘട്ടത്തിൽ തഫ്സീർ എഴുതാൻ വേണ്ടി അദ്ദേഹം സമയം മാറ്റിവെച്ചപ്പോൾ 24ൽ നിന്ന് കുറയ്ക്കുകയും 13 ദർസുകൾ ജീവിതത്തിന്റെ അവസാനം വരെ അദ്ദേഹം നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു അബീ ബക്കർ ഇബ്നു ജമാഅ റഹിമഹുല്ലാഹ് ഒരു ദിവസം 50ഓളം ദർസുകൾ നടത്താറുണ്ട്. 50 ദർസുകൾ ഒരു വ്യക്തി ഒരു ദിവസം നടത്തുന്നു. ഇതൊന്നും സ്വപ്നങ്ങളല്ല, സമീപകാലത്തും അതുപോലെ തന്നെ കുറച്ചങ്ങോട്ടുമൊക്കെയായി നടന്നിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ കുറച്ച് സമീപമായി ജീവിച്ച ഇബ്നു അസിയ്യ റഹിമഹുല്ലാഹ് 700 തവണ സഹീഹുൽ ബുഖാരി വായിച്ചു തീർത്തു. നമ്മൾ എത്ര തവണ ഖുർആൻ വായിച്ചിട്ടുണ്ട്? ഇബ്നു അസിയ്യ റഹിമഹുല്ലാഹ് 700 തവണ സഹീഹുൽ ബുഖാരി വായിച്ചു തീർത്തു. അതുപോലെ തന്നെ അഹ്മദ് ഇബ്നു അബ്ദുദ് ദായിം അൽ മഖ്ദിസി റഹിമഹുല്ലാഹ് 2000 വാളിച്ചോളമുള്ള കിതാബുകൾ രചിച്ചു. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് 2000 വാളിച്ചോളമുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചു. ഇനി നമ്മൾ ചിന്തിക്കുക, അവരൊക്കെ ഈ സമയം എവിടെ നിന്നാണ് കണ്ടെത്തിയത്? നമുക്ക് ലഭിക്കുന്നത് പോലെ 24 മണിക്കൂറാണ് അവർക്കും ലഭിച്ചത്. പക്ഷേ സത്യസന്ധമായി സമയം മാറ്റിവെക്കാൻ അവർ തയ്യാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ ബറക്കത്തുകൾ നൽകി. അതുകൊണ്ട് ധാരാളം കിതാബുകൾ അവർ രചിച്ചു, ധാരാളം മശായിഖന്മാരുടെ അരികിൽ അവർ പഠിച്ചു. അബൂ സഅദ് അസ്സമആനി റഹിമഹുല്ലാഹ് ഏകദേശം 7000ഓളം പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. 7000ഓളം പണ്ഡിതന്മാർ. ചില പണ്ഡിതന്മാർ പറയുന്നു ഇതുപോലെ ചരിത്രത്തിൽ ഇത്രയും അധികം ശൈഖന്മാരുള്ള മറ്റൊരാളുമില്ല. ഈ കഥകളൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മുൻഗാമികൾ ഇൽമിന് നൽകിയിരിക്കുന്ന, അതുപോലെ തന്നെ സമയത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യത്തെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളോടും പറയാനുള്ളത്, ഇവിടെ വായിക്കപ്പെട്ട 20 വിഷയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വിശദീകരിക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 20 മജ്ലിസുകൾ വേണം. പക്ഷേ ഇവിടെ സമയത്തിന്റെ പരിമിതി കാരണം വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. നേരത്തെ നമ്മൾ അതിന്റെ ഇടയിൽ പറഞ്ഞ വിഷയങ്ങൾ ഈ വിഷയത്തിലും ശ്രദ്ധിക്കുക. എന്താണ്? ഈ പഠിച്ച 20 കാര്യങ്ങൾ മുറാജഅ ചെയ്യുക, അത് പരസ്പരം സഹോദരങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. വസ്സുആലി അൻഹു, അതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാനും ചോദിക്കുക, അതിനുള്ള സംശയങ്ങളും പരസ്പരം ചോദിക്കുക. ഇങ്ങനെ ഇൽമ പഠിക്കാനുള്ള ഒരു നിയ്യത്ത്, ഇൽമിനോടുള്ള സ്നേഹം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഈ പറയപ്പെട്ട ഉദാഹരണങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻഗാമികളിൽ മാത്രമല്ല, പിൽക്കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാർക്കിടയിലും നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇൽമിനെ ബഹുമാനിക്കുക, ഇൽമിനെ നല്ല രീതിയിൽ സമീപിക്കുക. ആദ്യം പറഞ്ഞ വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹറാമുൻ അലാ ഖൽബിൻ അൻ യദ്ഖുലഹു അൻ-നൂർ വഫീഹി ശൈഉൻ മിമ്മാ യക്റഹുല്ലാഹ്. അല്ലാഹു വെറുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിലും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ പ്രകാശം നൽകുകയില്ല. ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അതുകൊണ്ടുള്ള ഉദ്ദേശം ഒരു വ്യക്തി ഖുർആൻ ഹാഫിളായിരിക്കും, ഹദീസ് ഹാഫിളായിരിക്കും, പക്ഷെ അതനുസരിച്ച് അയാളുടെ ജീവിതത്തിൽ ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇൽമ് നാഫിഅ ആവണമെങ്കിൽ, ഇൽമ് ഉപകാരമുള്ളതാവണമെങ്കിൽ ഇൽമിനെ നമ്മൾ ബഹുമാനിക്കണം. ഇൽമു ബഹുമാനിക്കാത്തവന് ഇൽമ് ലഭിക്കുകയില്ല. ഇൽമ ബഹുമാനിക്കാത്തവന് ഇൽമ ലഭിക്കുകയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇൽമിനെ സമീപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ബഹുമാനിക്കാനും നല്ല രീതിയിൽ ഇൽമ പഠിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.